പ്രദീപ മാഷിനെ കുറിച്ച് സംസാരിക്കുക എന്നത് ഏതർത്ഥത്തിലും വൈകാരികമാണ്. പ്രത്യേകിച്ച് അത് ഇവിടെ സംസാരിക്കുക എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും വളരെ വളരെ വൈകാരികമാണ്. അപ്പം അദ്ദേഹമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളിലേക്കോ ഓർമ്മകളിലേക്കോ ഒന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാൻ തോന്നുന്നു. തുടക്കത്തിൽ മാഷിനെ ഏതെങ്കിലും നിലയിൽ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ആഹ്ലാദത്തിൻ്റെ പര്യായം എന്ന് പറയാൻ തോന്നുന്നു. ആഹ്ലാദത്തിൻ്റെ പര്യായം. മാഷ് ആഹ്ലാദം പ്രസരിപ്പിച്ചിരുന്ന ഒരാളാണ്. നമുക്കിന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് കാലേ വർക്ക് ചെയ്തിട്ടുള്ളൂ, ഒരു 1.5 വർഷക്കാലം പരമാവധി. എന്നേക്കാൾ ദീർഘമായിട്ട് മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മാഷിൻ്റെ സന്തത സഹചാരികളായിരുന്ന ദിനേശ് മാഷും നാരായണ മാഷും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കരുതും മാഷിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളാണ് എന്ന്. അങ്ങനെ കരുതാൻ പാകത്തിനുള്ള ഒരു എന്താ പറയുക, അതിന് പകരം വെക്കാനില്ലാത്ത പേര് എന്നൊക്കെ പറഞ്ഞാൽ അത് ക്ലീഷ ആവാത്തൊരിടാണ് പ്രദീപ മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ആഹ്ലാദം പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മെ ഗ്ലൂമി ആവാൻ സമ്മതിക്കില്ല. നിരന്തരമായി ചെറു ചെറു ഫലിതങ്ങളിലൂടെ നമ്മെ ഇങ്ങനെ ആഹ്ലാദത്തിലേക്ക് എപ്പോഴും നടത്തിക്കൊണ്ടിരുന്ന ഒരു പേരുകാരിൽ ഒരാളാണ് മാഷ് എന്നുള്ളത്. മാഷിനെ കുറിച്ച് ഞാനൊന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഏത് നിലയിൽ സംസാരിച്ചാലും വൈകാരികമാവുമെന്നതിനാൽ 8 വർഷം കഴിഞ്ഞു എന്ന് പറയുന്നത് പോലും ഒരർത്ഥത്തിൽ എത്ര പെട്ടെന്നാണ് എന്നിങ്ങനെ ആലോചിച്ച് പോവാണ്. ഇവിടെ പുഷ്പദാസൻ മാഷ് പറഞ്ഞതുപോലെ പല അടരുകളിൽ പല തലങ്ങളിൽ ജീവിച്ച ഒരു ജീവിതമാണ് പ്രദീപ മാഷിൻ്റേത്. അദ്ദേഹം ഒരേ സമയം ഒരു ചിന്തകനായിരുന്നു, ഒരേ സമയം സർഗാത്മക മണ്ഡലങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അക്കാദമിക് ചിന്തകനായിരിക്കെ തന്നെ സർഗാത്മക മണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തെക്കുറിച്ച് സാമാന്യമായ നിലയിൽ നമുക്കറിയാം. മാഷ് ഇവിടെ സൂചിപ്പിച്ചു. എരി എന്ന് പറയുന്ന ഒരു നോവൽ മുതൽ ധാരാളം നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, നാടകത്തിന് വേണ്ടിയും അല്ലാണ്ടൊക്കെ എഴുതിയിട്ടുള്ള പാട്ടുകൾ. അങ്ങനെ സർഗാത്മകതയുടെ മണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിന്നിരുന്ന ഒരു പ്രദീപ മാഷുണ്ട്. അതല്ലാതെ ഒരു കലാകാരനായൊരു പ്രദീപ മാഷുണ്ട്. അത് വേറൊരു പ്രദീപ മാഷാണ്. നാരായണ മാഷ്ക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും അത്. നമുക്ക് ഒരേ സമയം ഓക്സ്ഫോർഡ് ആന്തോളജി ഓഫ് ദളിത് റൈറ്റിങ്ങിൻ്റെ എഡിറ്ററായിരിക്കുന്ന സമയത്ത് തന്നെ ഈ ക്യാമ്പസ് അല്ല, താഴെ നമ്പർത്തുകര ക്യാമ്പസിൽ നാരായണ മാഷിൻ്റെ കൂടെ ഷർട്ടൊന്നും ഇടാണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രദീപ പാമ്പിരി ഒന്നുകൂടി ഉണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് ആന്തോളജി ഓഫ് ദളിത് റൈറ്റിംഗ് എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് പബ്ലിഷ് ചെയ്യുന്ന ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് പബ്ലിഷേഴ്സിൽ ഒരു ഗ്രൂപ്പ് പബ്ലിഷ് ചെയ്യുന്ന ഒരു പുസ്തകത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ എന്താ പറയുക, ഈ ചെണ്ട കൊട്ടാൻ പാകത്തിന് ഇങ്ങനെ 2 ലോകത്ത് ജീവിക്കാൻ ഒരേ സമയം ശേഷിയുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ കലാജീവിതവും വേറൊന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വൈജ്ഞാനിക ജീവിതവും ഒരു സർഗാത്മക ജീവിതവും കലാകാരൻ എന്നുള്ളൊരു നിലയിലുള്ള ജീവിതവും ഒക്കെ ഒരേപോലെ ജീവിച്ച, കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന് ആശാൻ പറയുന്ന വരികൾ അന്വർത്ഥമാകുന്നു എന്ന് നമ്മൾക്ക് തോന്നുന്ന ഇടങ്ങളിലൊന്നാണ് പ്രദീപൻ പാമ്പിരി ഒന്ന്. അദ്ദേഹത്തിൻ്റെ സർഗജീവിതത്തെക്കുറിച്ചോ കലാജീവിതത്തെക്കുറിച്ചോ ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് സാമാന്യമായിട്ട് അറിയാമായിരിക്കും. ഞാൻ കരുതുന്നത് എരി എന്ന് പറയുന്ന നോവൽ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് നിരന്തരം ഈ പരിപാടിയിലല്ലാതെ തന്നെ സംസാരിക്കാൻ നാരായണ മാഷോ ദിനേശൻ മാഷോ ഉണ്ട്. നിരന്തരമായിട്ട് അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവുമെന്നും ഞാൻ കരുതുന്നു. അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ജീവിതത്തെ, ഒരു അക്കാഡമിക് ചിന്തകൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക ജീവിതത്തെ ചില കാര്യങ്ങളിലൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. പ്രധാനമായിട്ടും ഒരു 3 പ്രബന്ധങ്ങൾ ഇതിലൂടെ ഒന്ന് കടന്നുപോയി ചില കാര്യങ്ങൾ പൊതുവെ പറയാമെന്ന് കരുതുന്നു. ആ പ്രബന്ധങ്ങളുടെ പേരും ഞാൻ ആദ്യം ഒന്ന് പറയാം. ഞാൻ ഇന്നലെ മാഷിന് നൽകിയിരുന്നു, കുട്ടികളോടൊന്ന് വായിച്ചു വരണം എന്ന് പറയണമെന്ന് അപേക്ഷിച്ചിരുന്നു. കുട്ടികളെല്ലാവരും അത് വായിച്ചു വന്നിട്ടുണ്ടാവും എന്നെനിക്ക് ഉറപ്പായതിനാൽ പ്രബന്ധത്തിന് ശീർഷകം ഒന്ന് ആദ്യമേ ഒന്ന് പറയാം. 3 പ്രബന്ധങ്ങൾ. അത് അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട പ്രബന്ധങ്ങളല്ല കേട്ടോ മാഷിൻ്റെ. അപ്പോൾ പിന്നെ ദിനേശൻ മാഷ് ഇവിടെ പറഞ്ഞല്ലോ, ദളിത് സൗന്ദര്യശാസ്ത്രം അല്ലെങ്കിൽ ദളിത് സ്വത്വം സംസ്കാരം ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത 3 പ്രബന്ധങ്ങളെയാണ് നിങ്ങളുടെ മുമ്പിലൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നത്. അതിലൊന്ന് ആദ്യത്തേത് അന്തർവാഹിനിയായ ജീവിതം എന്ന പേരിൽ മലയാളം റിസർച്ച് ജേണലിന് വേണ്ടി എഴുതിയിട്ടുള്ള ഒരു പ്രബന്ധമാണ്. മാഷിൻ്റെ തിരഞ്ഞെടുത്ത പ്രദീപൻ പാമ്പിരി ഒന്നിൻ്റെ ലേഖനങ്ങൾ എന്ന പേരിൽ അക്കാഡമി പുറത്തിറക്കിയ പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്തർവാഹിനിയായ ജീവിതം എന്നൊരു താരതമ്യേന ദീർഘമായൊരു പ്രബന്ധം. മറ്റൊന്ന് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത
സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങളോട് സംസാരിച്ചതെന്ത് എന്ന് പറയുന്ന ഒരു 4 പേജ് മാത്രമുള്ള മറ്റൊരു ലേഖനമാണ്. മൂന്നാമതൊന്ന് മലബാറിനെ കുറിച്ചിട്ടുള്ള മലബാർ ലഘു സംസ്കൃതികളും നവോത്ഥാനവും എന്നുള്ള ശീർഷകത്തിലുള്ള ഒരു ലേഖനമാണ്. ഈ 3 ലേഖനത്തെ മുൻനിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഒരു പാറ്റേൺ എന്തായിരുന്നു, അതെന്തുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് പ്രസക്തമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആമുഖത്തിൽ പറയട്ടെ, ഞാനിത് ശീർഷകമായിട്ട് നൽകിയത് ചിന്തയിലെ ജനാധിപത്യ സമരങ്ങൾ എന്നാണ്. ചിന്തയിലെ ജനാധിപത്യ സമരങ്ങൾ. അപ്പോൾ ആ ശീർഷകം സ്വീകരിക്കുന്നതിന് 2 യുക്തിയുണ്ട്, അതൊന്ന് പറയാം. വ്യക്തിപരം കൂടിയാണ് ആ യുക്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാലടി സർവകലാശാലയിൽ MPhil പഠിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഗസ്റ്റ് ലെക്ചറായിട്ട് ഈ കൊയിലാണ്ടി സെൻറ്ററിലേക്ക് വരുന്നത്, താഴത്തെ ക്യാമ്പസിൽ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അന്ന് ലത്തീഫ് മാഷ് ഉണ്ട്, നാസർ മാഷില്ല, ലത്തീഫ് മാഷാണ് ഉള്ളത്, പിന്നെ പ്രദീപ മാഷുമാണ് ഉള്ളത്. വന്ന് ഞാൻ ജോയിൻ ചെയ്തൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രദീപ മാഷ് ഒരു എഴുതിയ കടലാസ് എൻ്റെ അടുത്ത് കൊണ്ടു തന്നു. അദ്ദേഹം പേപ്പറിലാണ് എഴുതുക, ഫോണൊന്നും അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല, സാധാ ഫോണായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ്രോയിഡ് ഫോണൊന്നും യൂസ് ചെയ്യുമായിരുന്നില്ല, ലാപ്ടോപ്പൊന്നും ഉപയോഗിക്കായിരുന്നില്ല. പേന കൊണ്ട് A4 ഷീറ്റിലാണ് എഴുതിയിരുന്നത്. അങ്ങനെ ഒരു A4 ഷീറ്റിന് ഒരു കെട്ടിൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇത് സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന MN കാരശ്ശേരിയുടെ സമ്പൂർണ്ണ സമാഹാരത്തിന് വേണ്ടി എഴുതിയ ഒരു അവതാരികയാണ്. ഞാനാണ് അതിൻ്റെ അവതാരിക എഴുതുന്നത്. റഫീഖ് ഇതൊന്ന് വായിച്ചിട്ട് ഒരഭിപ്രായം പറയണം എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഞാൻ PG മാത്രം കഴിഞ്ഞ ഒരാളാണ്. PG മാത്രം കഴിഞ്ഞ ഒരാൾ, നമ്മളിങ്ങനെ ഒരു ആരാധനയോടുകൂടി കാണുന്ന വളരെ സീനിയറായ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്ത് കൊണ്ടെത്തുന്നിട്ട് അഭിപ്രായം പറയാനൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അന്ന് കിട്ടിയൊരു വലിയ അവാർഡ് പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ശീർഷകം ഞാൻ ഒരിക്കലും മറക്കില്ല. MN കാരശ്ശേരിയുടെ സമ്പൂർണ്ണ സമാഹാരത്തിന് വേണ്ടി പ്രദീപൻ പാമ്പരിയൂന്ന് എഴുതിയ ലേഖനത്തിൻ്റെ അവതാരികാ ലേഖനത്തിൻ്റെ ശീർഷകം ജനാധിപത്യത്തിൻ്റെ വഴിവിളക്കുകൾ എന്നായിരുന്നു. ജനാധിപത്യത്തിൻ്റെ വഴിവിളക്കുകൾ. അവിടെ നിന്നാണ് ഞാൻ ഈ ജനാധിപത്യം സ്വീകരിക്കുന്നത്. അത് അവിടെ മാത്രമല്ല, മാഷിൻ്റെ രചനകളിലുടനീളം നിങ്ങൾക്കൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്കുകളിലൊന്നായിട്ട് കാണാൻ പറ്റുക ജനാധിപത്യം എന്ന് പറയുന്നൊരു വാക്കാണ്. ജനാധിപത്യത്തിൻ്റെ വഴിവിളക്കുകൾ. ആ ജനാധിപത്യത്തിൽ നിന്നാണ് ചിന്തയിലെ ജനാധിപത്യ സമരങ്ങൾ എന്ന ശീർഷകം ഞാൻ സ്വീകരിക്കുന്നത് എന്ന് ആമുഖമായിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. പ്രദീപ മാഷ് എന്താണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ സാമാന്യമായ ചില വിശദീകരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ പുസ്തകം പ്രദീപൻ പാമ്പരിയൂന്നിൻ്റെ ലേഖനങ്ങൾ എന്ന പേരിൽ സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ച ഈ ബൃഹത് ഗ്രന്ഥം, ഇത് സമാഹരിച്ച് ഇതിന് ആമുഖം എഴുതിയത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹകാരികളും കൂടിയായ ഡോക്ടർ സുനിൽ P. ഇളയടൂം ഡോക്ടർ KM മനിലും ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിന് അവർ ദീർഘമായ ഒരു ആമുഖം എഴുതിയിട്ടുണ്ട്. ആ ആമുഖത്തിൽ പ്രദീപൻ മാഷിൻ്റെ വൈജ്ഞാനികമായ ഇടപെടലുകളെ പല തലത്തിൽ പല തട്ടിൽ നിന്നുകൊണ്ട് പല നിരീക്ഷണങ്ങളിലൂടെ വിശദീകരിക്കാനും വിപുലപ്പെടുത്താനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് വളരെ പ്രസക്തവും പ്രധാനവുമാണ്. ആ നിലയിൽ പ്രദീപ മാഷിൻ്റെ വൈജ്ഞാനിക ജീവിതം അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് പല നിലയിൽ. പക്ഷേ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ ആമുഖം നിങ്ങൾ ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ സെമിനാറിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് തന്നെയായിട്ടും ഈ പുസ്തകത്തിൻ്റെ ആമുഖം സുനിൽ മാഷും അനിൽ മാഷും കൂടി എഴുതിയ പ്രദീപ മാഷിനെക്കുറിച്ചുള്ള പഠനം ഒന്ന് വായിക്കണം എന്നുകൂടി ഞാൻ ആമുഖമായിട്ടൊന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പ്രദീപ മാഷിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്നാണ് ഞാനിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയുടെ ഒരു ഫ്രെയിം, ചട്ടക്കൂട് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് സാമാന്യ ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ട്. അതൊരു ദളിത് സാമൂഹ്യ വിമർശനത്തിൻ്റെ, ദളിത് ചിന്തയുടെ ഒരു ചട്ടാണ് പൊതുവെ അദ്ദേഹം സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദളിത് ചിന്തകൻ എന്നുള്ള നിലയിലും മറുഭാഗത്ത് പ്രദീപൻ പാമ്പരിയൂന്ന് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സണ്ണി കപ്പിക്കാടിനെ പോലെയോ KS മാധവനെ പോലെയോ ഒക്കെയുള്ള ചിന്തകർ ഒരു ദളിത് സാമൂഹ്യ വിമർശകനായോ ദളിത് ചിന്തകനായോ ഒക്കെ പ്രദീപൻ പാമ്പരിയൂന്നിനെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈജ്ഞാനിക ജീവിതത്തെ പ്രതി ഈ നിലയിലുള്ള ആലോചനകളൊക്കെ ഇതിനകം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ചില കാര്യങ്ങൾ ആലോചിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ ചിന്തയിലെ ജനാധിപത്യ സമരങ്ങൾ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് ഒരു നിലയിൽ മാഷിൻ്റെ മുഴുവൻ ആലോചനകളെയും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രയോഗം അതായിരിക്കുമെന്നെനിക്ക് തോന്നുന്നു. ചിന്ത എന്നത് മൂല്യനിരപേക്ഷമായ ഒന്നല്ല എന്നും, ചിന്ത പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രബദ്ധതയൊന്നുമില്ലാത്ത, ചരിത്രബദ്ധമല്ലാത്ത, ഏതോ അതിഭൗതികമായ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നും, ചിന്തയ്ക്ക് ചരിത്രവുമായും സാമൂഹ്യശാസ്ത്രവുമായും സാമൂഹ്യപരതയുമായും സ്ഥലകാലങ്ങളുമായും ബന്ധമുണ്ട് എന്നും, നാം
നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിന്നുകൊണ്ടാണ് ചിന്ത രൂപപ്പെടുത്തുന്നത് എന്നുമുള്ള ആലോചന വളരെ ശക്തമായി മലയാളത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രദീപൻ പാമ്പിരികുന്നിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ട് എനിക്ക് തോന്നുന്നത്. അത് മാഷ് ഒറ്റയ്ക്ക് ചെയ്തു എന്നുള്ള കേവലാർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ മാഷ് വളരെ ശക്തമായി ലൗഡറായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നതിന് പല ഐഡിയോളജിക്കലായ ബലങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചിന്ത ന്യൂട്രൽ അല്ല, ചിന്ത മൂല്യനിരപേക്ഷമല്ല, ചിന്ത സ്ഥലകാലത്തിന് പുറത്ത് നിൽക്കുന്ന ഒന്നല്ല. പഴയ ഒരു വാചകം ഓർത്തെടുക്കുകയാണ് എങ്കിൽ സോഷ്യൽ എക്സിസ്റ്റൻസ് ആണ് കോൺഷ്യസ്നെസ്സിനെ നിർണ്ണയിക്കുന്നത്. മാർക്സിൻ്റെ പ്രസിദ്ധമായ ഒരു വിശദീകരണമാണ് സാമൂഹിക അസ്തിത്വമാണ് നിങ്ങളുടെ ബോധത്തെ നിർണ്ണയിക്കുന്നത്. തിരിച്ചല്ല, ബോധം സാമൂഹിക അസ്തിത്വത്തെ നിർണ്ണയിക്കുകയല്ല, സാമൂഹിക അസ്തിത്വം ബോധത്തെ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നിലനിൽക്കുന്ന ചരിത്ര സന്ദർഭത്തിനനുസൃതമായാണ് ചിന്ത രൂപപ്പെട്ടു വരുന്നത്. അല്ലാതെ ചിന്ത എന്ന് പറയുന്നത് ഏതോ ഒരു അതിഭൗതിക മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രക്രിയയല്ല എന്നതാണ് മാഷ് ഏറിയും കുറഞ്ഞും പല നിലയിൽ പല മട്ടിൽ പറഞ്ഞത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ നിലയിൽ മാഷിനെ കാണാനുള്ള ശ്രമമാണ് ഞാൻ ഈ അവതരണത്തിലൂടെ നടത്താൻ ശ്രമിക്കുന്നത്. ഒരു 3 തലത്തിലൂടെ അത് പറയാമെന്ന് കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 3 പ്രബന്ധങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചത്. ഒന്ന്, സൗന്ദര്യശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം എങ്ങനെയാണ് നടത്തിയത്, എങ്ങനെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് ന്യൂട്രൽ അല്ല എന്ന് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, സൗന്ദര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ മൂല്യനിരപേക്ഷമല്ല എന്നും അതിൽ പ്രത്യയശാസ്ത്രപരമായ പല അടരുകളുണ്ട് എന്നും അതിനെങ്ങനെ ജനാധിപത്യവൽക്കരിക്കണം എന്നുമുള്ള ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നുന്നത്. സൗന്ദര്യശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. രണ്ടാമത്തത് നമ്മുടെ സാഹിത്യബോധത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളത്. സാഹിത്യബോധം എന്ന് പറയുന്നത് തന്നെ പല നിലയിൽ അധികാരത്താൽ ബന്ധിതാണ് എന്നും ഈ സാമൂഹ്യ അധികാര ബന്ധിതായ സാഹിത്യബോധത്തെ വികേന്ദ്രീകരിച്ച് അതിലേക്ക് ജനാധിപത്യം കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വീക്ഷണം അദ്ദേഹം പല നിലയിൽ പല ഇടങ്ങളിൽ അവതരിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് നമ്മുടെ ചരിത്രബോധം, ചരിത്രാവബോധം എന്ന് പറയുന്നതിനെ ജനാധിപത്യവൽക്കരിക്കുക. ചരിത്രം എന്നതും ഈ നിലയിൽ സാമൂഹ്യ അധികാരവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന പ്രത്യയശാസ്ത്രബദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്നും ചരിത്രബോധത്തെ നാം ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിരീക്ഷണം അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ 3 നിലയിൽ ജനാധിപത്യത്തിന് വേണ്ടി ആശയലോകത്ത് നടന്ന സമരമായിട്ട് പ്രദീപൻ പാമ്പിരികുന്നിൻ്റെ വൈജ്ഞാനിക ജീവിതത്തെ അടയാളപ്പെടുത്താൻ തോന്നുന്നു. സൗന്ദര്യശാസ്ത്രത്തെ ജനാധിപത്യവൽക്കരിക്കുക, സാഹിത്യബോധത്തെ ജനാധിപത്യവൽക്കരിക്കുക, ചരിത്രധാരണകളെ ജനാധിപത്യവൽക്കരിക്കുക. ജനാധിപത്യവൽക്കരിക്കുക എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് വളരെ ലളിതമാണ്, എല്ലാവർക്കും ഇടണ്ടാവുക, ഇൻക്ലൂസീവ് ആവുക എന്ന് മാത്രമാണ്. ഇൻക്ലൂസീവ് ആവുക. നമ്മുടെ സൗന്ദര്യബോധം ഇൻക്ലൂസീവ് അല്ല, പലതിനെ അത് പുറത്താക്കുന്നുണ്ട്. എന്തുകൊണ്ട് പുറത്താക്കുന്നു? അവിടെയാണ് മാഷിൻ്റെ മൗലികമായ ഇടപെടൽ വരുന്നത് കേട്ടോ. എന്തുകൊണ്ട് പുറത്താക്കും? നമ്മുടെ സൗന്ദര്യബോധം ജനാധിപത്യപരമല്ല, അത് പലതിനെയും ഒഴിവാക്കുന്നുണ്ട് എന്ന ധാരണ മലയാളത്തിലടക്കം ധാരാളം ആളുകൾ പല നിലയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള താത്വികമായ തത്വശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളിലേക്ക് കടക്കാനുള്ള ശ്രമം മാഷിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സൗന്ദര്യബോധത്തെ ജനാധിപത്യവൽക്കരിച്ച് അതിനെ ഇൻക്ലൂസീവാക്കി ഉൾക്കൊള്ളുന്ന ഒന്നാക്കി സൗന്ദര്യബോധത്തെ മാറ്റുക, അല്ലെങ്കിൽ സാഹിത്യ അവബോധത്തെ മാറ്റുക, സാഹിത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഉൾക്കൊള്ളലിൻ്റേതാക്കി മാറ്റുക, അല്ലെങ്കിൽ ചരിത്രധാരണകളെ ഉൾക്കൊള്ളലിൻ്റേതാക്കി മാറ്റുക. ഇതിനെയാണ് ഞാനിവിടെ ജനാധിപത്യം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യത്തെ ലേഖനത്തിൽ നിന്ന് ആരംഭിക്കാം, ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം. പരമാവധി ഒരു 3/4 മണിക്കൂറുണ്ട്, ഞാൻ തീർക്കാം. ബോറടിക്കാൻ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാനപ്പോൾ അവസാനിപ്പിക്കാം. അല്പം സാങ്കേതികമാണ് എന്നതുകൊണ്ടുകൂടി. സൗന്ദര്യശാസ്ത്രത്തെ എസ്തെറ്റിക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സൗന്ദര്യശാസ്ത്രത്തെ എങ്ങനെയാണ് പ്രദീപൻ പാമ്പിരികുന്ന് നോക്കിക്കാണാൻ ശ്രമിച്ചത് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ചയ്ക്കെടുക്കുന്ന ഒരു പ്രമേയം എന്ന് കരുതുക. ഇതിനാണ് ഞാൻ ഈ അന്തർവാഹിനിയായ ജീവിതം എന്ന ലേഖനം നമുക്കതിൻ്റെ ഭാഗമായിട്ടൊന്ന് ചർച്ച ചെയ്യാം എന്ന് കരുതിയത്. സൗന്ദര്യശാസ്ത്രത്തെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഇപ്പം മാഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നിൻ്റെ പേര് തന്നെ ദളിത് സൗന്ദര്യശാസ്ത്രം എന്നാണ്. ദളിത് സൗന്ദര്യശാസ്ത്രം, ദളിത് പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളിലായിട്ട് നമുക്കറിയാം. ദളിത് സാഹിത്യ ചരിത്രങ്ങളുണ്ട്. അതൊന്നുമല്ലാതെ ദളിത് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ടെർമിനോളജി മലയാളത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ പ്രദീപൻ മാഷാണ്. അത് അദ്ദേഹം PhD മുതൽ ചെയ്യുന്ന ഒരു പണിയാണ്. അദ്ദേഹത്തിൻ്റെ PhD തീസിസ് ഏകദേശം അതായിരുന്നു. ദളിത് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ശക്തമായിട്ട് അവതരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു അദ്ദേഹം PhD-യിലൂടെ നടത്തിയത്. അതിൻ്റെ തന്നെ ഒരു തുടർച്ചയിലാണ് ഈ ദളിത് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ചെറുതെങ്കിലും ആഴമേറിയ പുസ്തകം പുറത്തു വരുന്നത്. അങ്ങനെ ദളിത് സൗന്ദര്യശാസ്ത്രത്തെ പുതിയ നിലയിൽ മാറ്റി വായിക്കാനുള്ള ഒരു ശ്രമം, ഉൾക്കൊള്ളലിൻ്റെതായ ഒരു സൗന്ദര്യശാസ്ത്രം നിർമ്മിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം മാഷ് നടത്തുന്നത് നമുക്ക്
കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന ഒന്നിനെ വിശദീകരിച്ചുകൊണ്ട്, മിനിമം നിലയിൽ വിശദീകരിച്ചുകൊണ്ട് വേണം നമുക്ക് ആ ലേഖനത്തിലേക്ക് കടക്കാൻ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ സൗന്ദര്യം എന്നത് മൂല്യനിരപേക്ഷമാണെന്ന് കരുതി പോരുന്നുണ്ട്. സൗന്ദര്യത്തിന് എന്താ പറയുക, സ്ഥലകാലബദ്ധമല്ലാത്ത, ചരിത്രബദ്ധമല്ലാത്ത ചില സാർവജനീന മൂല്യങ്ങളോ അല്ലെങ്കിൽ ചില സാർവകാലികമായ ചില അനുഭവങ്ങളോ ഒക്കെയാണ് സൗന്ദര്യം എന്ന് നമ്മൾ കരുതി പോരുന്നുണ്ട്. അവിടെയാണ് മാഷ് ഇടഞ്ഞത്, അല്ലെങ്കിൽ അതിനോടാണ് സമരം നടത്താൻ ശ്രമിച്ചത്. സാർവജനീനവും സാർവകാലികവും എല്ലായിടത്തും ഒരുപോലെ അപ്ലിക്കബിളുമായിട്ടുള്ള വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൗന്ദര്യമൊന്നുമില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ഐഡിയോളജിക്കലാണ്, പ്രത്യയശാസ്ത്രബദ്ധമാണ്, ചരിത്ര സാമൂഹ്യ സ്ഥലകാലബദ്ധമായിട്ടാണ് സൗന്ദര്യ ധാരണകൾ രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സൗന്ദര്യ സങ്കല്പങ്ങൾക്കകത്ത് ജനാധിപത്യ വിരുദ്ധമായ പല അടരുകളും ഉണ്ട്. ഈ ജനാധിപത്യ വിരുദ്ധതയെ മാറ്റിയിട്ട് അതിനെ ഉൾക്കൊള്ളലിൻ്റെതാക്കി മാറ്റണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ഒരു നിർണായകമായ ഒരു പ്രശ്നമാണ്. എപ്പോഴാണ് ഈ സൗന്ദര്യശാസ്ത്രം എന്നത് ഒരു 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 ചർച്ചയിലേക്ക് വന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണ് എങ്കിൽ, ഞാൻ സാങ്കേതികമാണ് അതുകൊണ്ട് അതിൽ ദീർഘമായിട്ട് സൂക്ഷ്മമായിട്ട് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എങ്കിലും ജനറലി ഒന്ന് പറയാം. ഈ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം, വാക്ക്, അത് ഭാഷയിലേക്ക് വരുന്നത്, മലയാളത്തിലേക്കല്ല ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന നിലയിൽ എസ്തെറ്റിക്സ് എന്ന പ്രയോഗം കടന്നു വരുന്നത് അതിനെക്കുറിച്ച് 17-18 നൂറ്റാണ്ടോടു കൂടിയാണ് എന്നാണ് റൈമണ്ട് വില്യംസ് ഒക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. 17-18 നൂറ്റാണ്ടോടു കൂടിയാണ് എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു മണ്ഡലം രൂപപ്പെട്ടു വരുന്നത്. അതിന് മുമ്പ് അതില്ലായിരുന്നു എസ്തെറ്റിക്സ് എന്നുള്ളത്. സാമാന്യമായ നിലയിൽ ചില പ്രത്യേക ഇടങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന് നമ്മൾ കാണുന്ന സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു ചർച്ചാ മേഖല രൂപപ്പെട്ടു വരുന്നത് 17-18 നൂറ്റാണ്ടോടുകൂടി പ്രധാനമായിട്ടും ജർമ്മൻ തത്വചിന്തയിലാണ്. ജർമ്മനിയിൽ അലക്സാണ്ടർ ബോങ്കാർട്ടൻ എന്ന പേരുകാരനായ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വചിന്തകനാണ് ആദ്യമായിട്ട് എസ്തെറ്റിക്സ് എന്നുള്ള പ്രയോഗം സൗന്ദര്യശാസ്ത്രം എന്നുള്ള നിലയിൽ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബോങ്കാർട്ടൻ്റെ ചിന്തയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. പിന്നീട് ആധുനിക തത്വചിന്തയുടെ അടിസ്ഥാനം ഇട്ടു എന്ന് കരുതുന്ന, അല്ലെങ്കിൽ മോഡേൺ ഫിലോസഫിയുടെ ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇമ്മാനുവൽ കാൻ്റാണ് ഈ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഇന്ന് കാണുന്ന നിലയിൽ വികസിപ്പിച്ചത്. ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് എസ്തെറ്റിക്സിനെ കാണാറുള്ളത്. ഫിലോസഫിക്ക് വ്യത്യസ്ത ബ്രാഞ്ചുകളുണ്ട്. നമ്മൾ സംസ്കൃതത്തിൽ വേദാന്ത എന്നോ അദ്വൈത വേദാന്ത എന്നോ ജനറൽ എന്നോ ഒക്കെ വിശേഷിപ്പിക്കുന്ന വ്യത്യസ്ത ബ്രാഞ്ചുകൾ പോലെ ഫിലോസഫിക്ക് വ്യത്യസ്തമായ ബ്രാഞ്ചുകളുണ്ട്. അതിലൊന്നായി ഇന്ന് എസ്തെറ്റിക്സിനെ കാണാറുണ്ട്. എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ അന്വേഷണം നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. ഇങ്ങനെ എസ്തെറ്റിക്സിനൊരു പുതിയ വിഷയമോ അല്ലെങ്കിൽ പുതിയ ഒരു ആലോചന മണ്ഡലമോ ഒക്കെ ആയിട്ട് വികസിപ്പിക്കുന്നത് ഇമ്മാനുവൽ കാൻറ്റിൻ്റെ ഒക്കെ ഒരു ഇടപെടലോട് കൂടിയാണ്. ഞാനതിൻ്റെ ദീർഘ ചർച്ചയിലേക്ക് കടക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ ഒരു സാമാന്യ ധാരണയിലേക്കായിട്ട് പറയാം. കാൻറ്റിൻ്റെ 3 ക്രിട്ടിക്കുകൾ അദ്ദേഹത്തിൻ്റെ 3 പുസ്തകങ്ങൾ, അത് വളരെ പ്രസിദ്ധമാണ്. ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ, ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് 18-ാം നൂറ്റാണ്ട് അവസാന കാലത്ത് ഇറങ്ങിയിട്ടുള്ള 3 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. അതിൽ അവസാനത്തെ പുസ്തകം ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്ന കൃതിയിലാണ് എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇമ്മാനുവൽ കാന്റ് നടത്തുന്നത്. അതോടുകൂടിയാണ് ഈ സൗന്ദര്യശാസ്ത്രം എന്നൊരു വിഷയ മേഖല രൂപപ്പെട്ടു വരുന്നത്. സൗന്ദര്യശാസ്ത്രം ഒരു പ്രത്യേക മണ്ഡലമായി മാറുകയും ചെയ്യുന്നത്. ഇത് ഞാൻ കാന്റിനെ സൂചിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സൗന്ദര്യം എന്നതിനെ സംബന്ധിച്ച് ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ, അതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം, ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വസ്തുക്കൾ തമ്മിലുള്ള കാര്യകാരണ ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. പ്രപഞ്ചത്തിൽ വസ്തുക്കൾ വെറുതെ വിന്യസിച്ചിരിക്കുകയല്ല എന്നും അവയ്ക്കൊരു കാര്യകാരണങ്ങളുണ്ട് എന്നും ഈ കാര്യകാരണങ്ങൾ എന്താണെന്നുള്ള അന്വേഷിക്കുകയാണ് ക്രിട്ടിക് ഓഫ് പ്യുവർ റീസണിൽ കാന്റ് ചെയ്യുന്നത്. ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസണിൽ എത്തുമ്പോൾ അദ്ദേഹം കൂടുതൽ ചർച്ച ചെയ്യുന്ന എത്തിക്സിനെ കുറിച്ചാണ്. മനുഷ്യരെങ്ങനെ ജീവിക്കുന്നത്, എന്താണ് എത്തിക്സ് മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യരുടെ എക്സിസ്റ്റൻസിൻ്റെ അടിസ്ഥാനമാണോ തുടങ്ങിയ ആലോചനകളാണ് ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസണിൽ എത്തുമ്പോൾ ചെയ്യുന്നത്. ഇതിൽ രണ്ടിൽ നിന്ന് മാറിയിട്ടാണ് ക്രിട്ടിക് ഓഫ് ജഡ്ജ്മെൻറ്റിൽ കാന്റ് ചില ചർച്ചകൾ നടത്തുന്നത്. അവിടെയാണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്, സൗന്ദര്യാത്മക വിധി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വസ്തു നാം കണ്ടിട്ട് അത് സുന്ദരാണ് എന്ന് പറയുന്നതിന് പുറകിലുള്ള യുക്തിയോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അവിടെയാണ് കാന്റ് നടത്തുന്നത്. അവിടെ അദ്ദേഹം സൗന്ദര്യത്തെ നിർവചിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യ
വിധിയെ, ഒരു വസ്തു സുന്ദരാണ് എന്ന് നമ്മൾ പറയുന്നതിന് പുറകിൽ പ്രവർത്തിക്കുന്ന ചില അടിസ്ഥാന തത്വങ്ങളെ നിർദ്ധാരണം ചെയ്യാനുള്ള ശ്രമം ഇമ്മാനുവൽ കാന്റ് നടത്തുന്നുണ്ട്. 4 തത്വങ്ങളാണ് അദ്ദേഹം പറയുന്നത്, 4 മൊമെൻ്റ് എന്നുള്ള നിലയിൽ. ബാക്കിയൊന്നും നമ്മളെ സംബന്ധിച്ച് ഇപ്പം പ്രസക്തമല്ല, പക്ഷേ ആദ്യത്തേത് വളരെ പ്രസക്തമാണ്. അദ്ദേഹം ആദ്യത്തേതായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുക. ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രയോജനമൊന്നുമില്ലാത്ത ഒരു സംതൃപ്തി പ്രദാനം ചെയ്യുന്നതാണ് സൗന്ദര്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് അതിന് എന്താ പറയുക, നിങ്ങൾക്ക് ലക്ഷ്യവാദപരമായ പ്രയോജനങ്ങളൊന്നുമില്ല. കാന്റ് തന്നെ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളൊരു ചായ കുടിക്കുമ്പോൾ ആ ചായ നല്ലതാണ് എന്ന് നമ്മൾ പറയുന്നതിന് പുറകിൽ ഏതോ നിലയിലുള്ള ചില പ്രയോജനങ്ങളുണ്ട്. അത് നമ്മളുടെ രസനകളെ എങ്ങനെയൊക്കെയോ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, നമ്മുടെ രുചിയെ എങ്ങനെയൊക്കെയോ അത് തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, നമുക്കൊരു ഊർജ്ജം നൽകിയിട്ടുണ്ട്, നമ്മുടെ ക്ഷീണത്തെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ശാരീരികമായ ഐന്ദ്രിയമായ ചില ധർമ്മങ്ങൾ നമുക്ക് നൽകിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ചിലത് നമുക്കതിൽ ചില ഗെയിൻസ് ചിലത് കിട്ടിയത് കൊണ്ടാണ് നമ്മളത് നല്ല ചായയാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല ബിരിയാണിയാണ് എന്ന് പറയുന്നത്. അതിലെന്തോ തരുന്നുണ്ട് നമുക്ക്. പക്ഷെ ഒരു ചിത്രം നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല. നിങ്ങളുടെ ഐന്ദ്രിയമായ ഇടപെടലുകളെ അത് തൃപ്തിപ്പെടുത്തുന്നില്ല, രസനകളെ തൃപ്തിപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് പുതിയ രുചിയൊന്നും പ്രദാനം ചെയ്യുന്നില്ല, നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഊർജ്ജമൊന്നും പ്രദാനം ചെയ്യുന്നില്ല. ഇങ്ങനെ ഡിസിൻറ്ററസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ പ്രയോജനമൊന്നുമില്ലാത്ത ഒരു സംതൃപ്തി പ്രദാനം ചെയ്യുന്നത് എന്താണോ അതാണ് സൗന്ദര്യം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യാത്മക തത്വങ്ങളിലെ 4 ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മാനുവൽ കാന്റിൻ്റെ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇതിനെ ബേസാക്കി നിലനിർത്തിക്കൊണ്ടാണ് മോഡേൺ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് രൂപപ്പെട്ടു വന്നത്, ആധുനിക സൗന്ദര്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ PG മലയാളമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടാവും. റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഈ വാസ്തവത്തിൽ പോസ്റ്റ് കാന്റിയൻ ഫിലോസഫിയാണ്. ഇതാണ് ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷനെയാണ് റൊമാൻറ്റിസിസം എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പോൾ വലിയ റൊമാൻറ്റിക് ചിന്തകരിൽ ഒരാളായ സാമുവൽ ടൈലർ കോളറിഡ്ജ് കാന്റിൻ്റെ പോസ്റ്റ് കാന്റിയൻ ചിന്തകനായിരുന്നു. കോളറിഡ്ജ് ആവട്ടെ, ഷെല്ലി ആവട്ടെ, ഇവരെല്ലാം തന്നെ കാന്റിനെ പിന്തുടർന്ന് വന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരെല്ലാം തന്നെ എന്ത് പറയുന്നതെന്നറിയോ, ഈ കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറയുന്ന വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത് ഇവിടെ നിന്നാണ്. കലയ്ക്ക് വേണ്ടി ആയിരിക്കണം, കല മറ്റൊന്നിനും വേണ്ടി ആയിരിക്കരുത്, കല മറ്റൊരു തൃപ്തിയും മറ്റൊന്ന് നിങ്ങൾക്ക് കലയിൽ നിന്ന് ഗെയിൻ ചെയ്യേണ്ടതില്ല, സൗന്ദര്യത്തിൽ നിന്ന് ലഭിക്കേണ്ടതില്ല തുടങ്ങി ഉദ്ദേശമൊന്നും ഇല്ലാത്ത ഒന്നായിട്ട് കലയെ കാണുക എന്നത് കാന്റിയൻ തത്വചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. ഇതാണ് റൊമാൻറ്റിസിസത്തിൻ്റെ ബേസ് ആയിട്ട് നിന്നത്, കാൽപ്പനികതയുടെ അടിസ്ഥാന ശിലയായിട്ട് നിന്നത് ഈ ഡിസിൻറ്ററസ്റ്റഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു കാര്യത്തെ കാണുന്ന കാര്യം നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തരുന്നില്ല, പക്ഷെ അതേതോ നിലയിലുള്ള ഒരു സൗന്ദര്യാവബോധം, അനുഭൂതി നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വേറൊരു നിലയിൽ പറയാം, നിങ്ങൾ ഈ മദിരാശിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് വരികയാണ്, ഒരു വൈകുന്നേരമാണ്. സഖ്യപർവ്വതം ട്രെയിനിലൂടെ സഞ്ചരിച്ച് വരികയാണ്. സഖ്യപർവ്വതം നിങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട്, സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ചക്രവാളത്തിലിങ്ങനെ ഇരുണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ശിലകൾ ഈ ഗിരിനിരകൾ ഉയർന്നു നിൽക്കുന്ന സഖ്യപർവ്വതം, സൂര്യൻ അസ്തമിക്കുന്നത് കൊണ്ട് തന്നെ തങ്ക നിറമായിരിക്കുന്ന ആകാശം. ട്രെയിനിലിരുന്നിട്ട് നിങ്ങൾ ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സൗന്ദര്യാനുഭൂതി രൂപപ്പെട്ടു വരുന്നു, നിങ്ങളത് കവിതയാക്കി മാറ്റുന്നു. മലയാളത്തിലെ ആദ്യത്തെ പ്രീ റൊമാൻറ്റിക് പോയട്രി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന AR രാജരാജവർമ്മയുടെ മലയവിലാസം എന്ന് പറയുന്ന കവിത ആരംഭിക്കുന്നു. ഇരുണ്ടു നീണ്ടെന്തിത് ഹന്ത നോക്കുവിൻ കരണ്ടിടുന്നു കരവത്രമെന്ന പോൽ പറഞ്ഞാൽ തുടങ്ങുന്ന ഈ ചെമ്പുപാളിയാകുന്ന ആകാശത്തെ കീറിമുറിക്കുന്ന അറക്കവാൾ പോലെ എന്താണ് ആകാശത്ത് ഉയർന്നു നിൽക്കുന്നത്? ജലേശ്വരൻ തന്നെ രാജധാനിയിൽ ബലത്തിനായി തീർത്തൊരു കൊട്ടതാനിതോ, അങ്ങനെ പല അലങ്കാരങ്ങൾ ഇങ്ങനെ കടന്നു വരും. നമ്മൾ സാമ്പ്രദായികമായിട്ട് ക്ലാസ്സിൽ അതിനെ സ്മൃതിമാൻ, ഭ്രാന്തിമാൻ, സസന്ദേഹം എന്നൊക്കെ പറയും. ജലേശ്വരൻ തന്നെ രാജധാനിയിൽ ബലത്തിനായി തീർത്തൊരു കൊട്ടതാനിതോ, അതിങ്കലി സന്ധ്യയ്ക്കും അർക്കമൂർത്തിയാൽ പതിച്ചിടുന്നോ പുതുതാഴികക്കുടം.
പിന്നെന്താ, നനച്ചിടുമ്പോൾ നിജനാട്ടിലെപ്പോഴും പൊഴിച്ചിടേണം മഴയെന്നൊരാശയാൽ കരുത്തനാം ഭാർഗവൻ അന്ന് ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചൊരു മേഘമാലയോ ഇങ്ങനെ പോവും. അപ്പം അത് മേഘമാലകളാണോ അറക്കവാളാണോ ആകാശത്തെ കീറിമുറിക്കുന്ന അറക്കവാളാണോ, ഇങ്ങനെ പല പല ഇമേജറികളിലൂടെ കടന്നു പോയിട്ട് ലാസ്റ്റ് എത്തും അഹോ മറന്നേൻ ബദ ദിഗ്ഭ്രമത്തിനാൽ മഹാചലേന്ദ്രൻ മലയാദ്രി താനിവൻ. ഇത് ഈ ഒരു ഏലത്തിൽ നിന്ന് ഏലവള്ളിയിൽ നിന്ന് തന്നിലേക്ക് എത്തുന്ന ഒരു മാരുതൻ്റെ ഗന്ധം എത്തുമ്പോൾ AR രാജരാജവർമ്മയ്ക്ക് ബോധ്യം തിരികെ വരുന്നു, അത് സഹ്യപർവ്വതമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. ആദ്യത്തെ 3-4 ശ്ലോകങ്ങൾ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൊമാൻറ്റിസിസം കടന്നു വരികയാണ് മലയാളത്തിലേക്ക്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്തുവിനെ അവിടെ കാണുന്നു, ഒരു വസ്തു പ്രപഞ്ചം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഒരു വസ്തു അവിടെ നിൽക്കുന്നുണ്ട്. ആ വസ്തുവിനെ കാൽപ്പനികനായ ഒരു വ്യക്തി നോക്കിക്കാണുന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ ബാഹ്യപ്രകൃതിയല്ല ARനെ ആകർഷിക്കുന്നത്, അല്ലെങ്കിൽ AR കാണുന്നത്. കാൽപ്പനികനായ ഒരു വ്യക്തി വസ്തുവിൻ്റെ ബാഹ്യപ്രകൃതിയെ അല്ല കാണുന്നത്, മറിച്ച് ഈ വസ്തു ഈ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഒരു അനുഭൂതിയാണ് ചിത്രീകരിക്കുന്നത്. ഇതിൻ്റെ മാറ്റം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഉമാകേരളം എന്ന് പറയുന്ന ഈ മലയവിലാസം കഴിഞ്ഞിട്ട് എഴുതപ്പെട്ടിട്ടുള്ള മലയാളത്തിലെ മഹാകാവ്യങ്ങളിലൊന്നിൽ ഇതേ സഹ്യപർവ്വതത്തെ വർണ്ണിക്കുന്നുണ്ട്. അതും ഇതും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മതി. ഈ ഉമാകേരളത്തിൽ ഉള്ളൂർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയവിലാസ ഈ സഖ്യപർവ്വതത്തിൻ്റെ ബാഹ്യപ്രകൃതികളാണ് വിവരിക്കുക, അതിൻ്റെ രൂപമാണ് വിവരിക്കുക. AR വർണ്ണിക്കുന്നത് രൂപത്തെ അല്ല, മറിച്ച് ഈ വസ്തു തന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ അനുഭൂതിയാണ്. എന്താണ് തന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാറ്റം, എന്താ പറയുക, ഒരു സൗന്ദര്യാത്മകമായ ഒരു അനുഭവം എന്താണ്? ഈ അനുഭവത്തെ വർണ്ണിക്കാനാണ് കാൽപ്പനികർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് കണ്ട കാഴ്ചയല്ല കാൽപ്പനികർ കാണുന്ന കാഴ്ച. മുമ്പ് കാണുന്ന കാഴ്ച വസ്തുവിനെയാണ് കാണുന്നതെങ്കിൽ, വസ്തുവിൻ്റെ ബാഹ്യപ്രകൃതിയാണ് കാണുന്നതെങ്കിൽ, കാൽപ്പനികത കടന്നു വരുമ്പോൾ വസ്തുവിൻ്റെ ബാഹ്യപ്രകൃതിയല്ല, വസ്തു വ്യക്തി മനസ്സിൽ സൃഷ്ടിക്കുന്ന വൈകാരിക ആവേഗങ്ങളെയാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുക. വീണ് കിടക്കുന്ന പൂവിൻ്റെ ബാഹ്യഘടനയല്ല, വീണ് കിടക്കുന്ന പൂവ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള തൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ട വൈകാരിക ആവേഗങ്ങളാണ് കാൽപ്പനിക കവിതയായിട്ട് മാറുക എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമുക്ക് വേറൊരു നിലയിൽ വിശദീകരിക്കുകയാണെങ്കിൽ സബ്ജക്റ്റീവ് റെൻഡറിങ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി എന്ന് പറയും. സബ്ജക്റ്റീവ് റെൻഡറിങ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി, പുറത്തുള്ള ഒരു ഒബ്ജക്റ്റീവ് റിയാലിറ്റിയെ സബ്ജക്റ്റീവായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക, തന്നിലൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് കാൽപ്പനികത. നോക്ക്, ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ആവിഷ്കാരത്തിലും ഈ സബ്ജക്റ്റീവ് റെൻഡറിങ് ഉണ്ട്. സബ്ജക്റ്റീവ് റെൻഡറിങ് തന്നിലൂടെ കാണാനുള്ള ഒരു ശ്രമമുണ്ട്. ഈ സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഞാൻ കാണുന്ന കാഴ്ചയാണ് എന്നതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്തുണ്ട്. ആവിഷ്കരിക്കപ്പെട്ട എല്ലാത്തിലും ഞാനുണ്ട് എന്നതുകൊണ്ട് തന്നെ എൻ്റെ സാമൂഹ്യ പരത അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. അതല്ലാതെ ഈ എഴുത്തുകാരനിൽ നിന്ന് മുക്തമായ കാലചരിത്രമുക്തമായി നിലനിൽക്കുന്ന ഒരു അതിഭൗതികതയല്ല എന്തെന്ന് പറയുന്നത് സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പ്രദീപ മാഷിലേക്ക് പെട്ടെന്നൊന്ന് തിരിച്ചു വരാം. അദ്ദേഹത്തിൻ്റെ വളരെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത അന്തർവാഹിനിയായ ജീവിതം എന്ന് പറയുന്ന ലേഖനത്തിലേക്കൊന്ന് വരാം. നിങ്ങളുടെ കയ്യിൽ അതുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. അപ്പം ലേഖനം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? ഓരോരോ പോയിന്റും എടുത്ത് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല, ചില പോയിന്റുകൾ മാത്രം പറയാം. അത് ആരംഭിക്കുന്നു, വ്യാഖ്യാനങ്ങളായിരുന്നു ഇന്ത്യൻ സാഹിത്യാസ്വാദനത്തിൻ്റെ ലോകം വിപുലപ്പെടുത്തിയത്. അവ വിശകലന പദ്ധതി ആയിരുന്നില്ല, വിശദീകരണ രീതിശാസ്ത്രമായിരുന്നു. ഒരർത്ഥത്തിൽ ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ അടിസ്ഥാന പ്രശ്നം എന്താണ് എന്നുള്ളിടത്തേക്കാണ് മാഷ് വിരൽ ചൂണ്ടുന്നത്. 2 വാചകമേ ഉള്ളൂ, പക്ഷേ പറഞ്ഞതുപോലെ 2 മണിക്കൂർ സംസാരിക്കാൻ പാകത്തിന് ലോഡഡ് ആണ്. അതാണ് ഈ വലിയ ചിന്തകരുടെയൊക്കെ ഒരു എഴുത്തിൻ്റെ സവിശേഷത. ഒരു വാചകം തന്നെ നമുക്ക് വേണമെങ്കിൽ 1.5 മണിക്കൂർ ദീർഘിപ്പിക്കാൻ പാകത്തിന് ലോഡഡ് ആയിരിക്കും, അത് ഹൈലി ലോഡഡ് ആയിരിക്കും. ഇവിടെ മാഷ് പറയുന്നു, നോക്കൂ, വ്യാഖ്യാനങ്ങളായിരുന്നു ഇന്ത്യൻ സാഹിത്യാസ്വാദനത്തിൻ്റെ ലോകം വിപുലപ്പെടുത്തിയത്. അവ വിശകലന പദ്ധതിയായിരുന്നില്ല, വിശദീകരണ രീതിശാസ്ത്രമായിരുന്നു, വ്യാഖ്യാനമായിരുന്നു, ഹെർമന്യൂട്ടിക്സ് ആയിരുന്നു ഇന്ത്യൻ പോയറ്റിക്സ് എന്ന് പറയുന്നത്. മറിച്ച് അവയ്ക്ക് എന്തുണ്ടായിരുന്നില്ല, അനലറ്റിക്കലായിരുന്നില്ല, വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രുതി സ്മൃതി എന്ന് നമ്മൾ സാമാന്യമായിട്ട് തിരിക്കാറുണ്ടല്ലോ, വേദചിന്തയെ ശ്രുതി സ്മൃതി അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിനെ. ശ്രുതി എന്ന് പറയുന്ന അനാദിയാണ്, സനാതനാണ്, അനശ്വരാണ്, അത് ദൈവികമായ ഒരു പ്രഭവത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ്. ശ്രുതി മാറ്റാൻ കഴിയില്ല. ശ്രുതിയുടെ മുകളിൽ നിങ്ങൾ നടത്തുന്ന വ്യാഖ്യാനങ്ങളാണ് സ്മൃതികൾ.
സ്മൃതികൾ മാത്രമേ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഖ്യാനം മാത്രമേ ഇന്ത്യൻ ചിന്തയിൽ ഉണ്ടായിരുന്നുള്ളൂ. ശ്രുതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത്, രസം, ആനന്ദം എന്നൊക്കെ ഏത് പേരിട്ട് നമ്മൾ വിളിച്ചാലും ശരി, സാഹിത്യകൃതി, കാവ്യം നിങ്ങൾക്ക് നൽകുന്ന ആത്യന്തികമായ അനുഭൂതി എന്ന് പറയുന്നത് പുറപ്പെട്ടു വരുന്നത് അതിഭൗതികമായ ഏതോ കേന്ദ്രത്തിൽ നിന്നാണ്. അതിനെ നിങ്ങൾക്ക് തൊടാൻ പറ്റൂല, നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇന്ത്യൻ പോയറ്റിക്സിന് അടിസ്ഥാനപരമായ ഒരു പ്രശ്നത്തിൽ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. വ്യാഖ്യാനത്തിലൂടെയാണ് ഇന്ത്യൻ പോയറ്റിക്സ് വളർന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പോയറ്റിക്സ് എക്കാലത്തും വ്യാഖ്യാനമായിരുന്നു. വിശകലനത്തിലേക്ക് അതൊരിടത്തും കടന്നില്ല. അനലറ്റിക്കൽ അല്ലാത്ത ഇടത്ത് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കലാവും. അനലറ്റിക്കൽ ആയ ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ ക്രിട്ടിക്കലായ അടുത്ത പൊസിഷനിലേക്ക് കടക്കുന്നത്. ക്രിട്ടിക്കലാവാനുള്ള സാധ്യത വളരെ വളരെ കുറഞ്ഞു വരും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ആദ്യത്തെ പ്രശ്നം. വ്യാഖ്യാന പദ്ധതികളായിട്ടാണ് ഇന്ത്യൻ പോയറ്റിക്സ് നിലനിന്നിരുന്നത്. രണ്ടാമത്തത് നോക്കൂ, അതിൽ തുടർച്ചയിൽ വരുന്നു, കവിക്കും ആസ്വാദകനും ഇടയിലുള്ള ആസ്വാദന വ്യാപാര പ്രക്രിയയായി സാഹിത്യം വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. വാക്യഘടനകളുടെ വൈചിത്ര്യങ്ങളിൽ, അതിൻ്റെ സൗന്ദര്യാത്മക ഘടകങ്ങളിൽ അത് വ്യാമുഗ്ധായിരുന്നു. സൗന്ദര്യത്തെ കേവലം കലാത്മകമായ മാനദണ്ഡങ്ങൾ കൊണ്ടാണ് കാവ്യശാസ്ത്രങ്ങൾ വിമർശന വിധേയമാക്കിയത്. കവി, കാവ്യം, സഹൃദയൻ എന്ന ത്രയത്തിന് ചുറ്റും അത് കിടന്ന് കറങ്ങി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താണ് ഇന്ത്യൻ പോയറ്റിക്സിൽ സംഭവിച്ചത്? കവി, കാവ്യം, സഹൃദയൻ എന്ന് പറയുന്ന ഒരു തൃത്വത്തിനുള്ളിലാണ് ഇന്ത്യൻ കാവ്യശാസ്ത്രം നിലയുറപ്പിച്ചത് എന്നും, അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധമായൊരു വ്യവഹാരമായിട്ട് ഇന്ത്യൻ പോയറ്റിക്സ് എക്കാലത്തും നിലനിന്നു എന്നുമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന സുപ്രധാനമായ പോയിന്റ്. കവി, കാവ്യം, സഹൃദയൻ, ഇതിൽ മൂന്നിലേക്ക് ചുറ്റപ്പെട്ട് കിടന്ന, അല്ലെങ്കിൽ അതൊരു റൗണ്ടാണ് ശരിക്കും. ഒരു എന്താ പറയുക, ഒരു സൈക്ലിംഗ് ആണ്. കവിയിൽ നിന്ന് കാവ്യം സഹൃദയനിലെത്തുന്നു. ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. മഹാജനഭൂരിപക്ഷത്തെ പുറത്ത് നിർത്തിയിട്ട് ഈ റൗണ്ടിനുള്ളിലൂടെ കറങ്ങുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ എക്കാലത്തുള്ള സ്വഭാവം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹൃദയൻ എന്നത്, ഇത് വേറൊരു സ്ഥലത്ത് അത് പറയുന്നുണ്ട് അദ്ദേഹം. സഹൃദയൻ എന്നത് എക്കാലത്തും പുരുഷനായിരുന്നു. സഹൃദയൻ സമാന ഹൃദയനാണല്ലോ സഹൃദയൻ. കവിയും പുരുഷനാണ്. കവി സങ്കല്പത്തിനകത്ത് പുരുഷത്വം എന്നത് ലീനാണ്. കവിയെക്കുറിച്ചിട്ടുള്ള നിങ്ങൾ ഏത് നിർവചനങ്ങൾ നോക്കിയാലും കവി എന്നത് പുരുഷനാവാനാണ് സാധ്യത കൂടുതൽ. പുരുഷനാണ് കവി എന്ന് പറയുന്നത്. സഹൃദയൻ സമാന ഹൃദയനാണ്, സഹൃദയനും പുരുഷനാണ്. സാഹിത്യം അല്ലെങ്കിൽ കാവ്യം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാവ്യം എന്നത് എക്കാലത്തും സ്ത്രൈണമായാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. കാവ്യം, ഇപ്പോൾ കേരളവർമ്മ വലിയ തമ്പുരാൻ പ്രാസവാദത്തിൻ്റെ ഘട്ടത്തിൽ എഴുതുന്ന വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട്. വസന്തി മധുവാർന്ന വാക്കിന് സജാതീയ ദ്വിതീയാക്ഷര പ്രാസം തീർപ്പത് കൈരളി മഹിളതൻ മംഗല്യമെന്നോർക്കണം. അപ്പം ഇങ്ങനെ കവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അലങ്കാരമൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പം പലപ്പോഴും അലങ്കാരങ്ങളെ സ്ത്രീ ശരീരങ്ങളിൽ അണിയുന്ന ആഭരണങ്ങളുമായിട്ടാണ് ഉപമിക്കാറുള്ളത്. ഔചിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അരയിലിടുന്ന, കഴുത്തിൽ കെട്ടേണ്ട മാല അരയിൽ കെട്ടുന്നതാണ് ഔചിത്യം. ഔചിത്യം എന്താണെന്ന് പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കവിത എന്ന് പറയുന്നത് സ്ത്രീയാണ്, ഒരു സ്ത്രൈണ സത്തയാണ്. അത് അവിടെ നിൽക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ചങ്ങമ്പുഴ പോലും, ഇവൻ കടമ്മനിട്ട പോലും കവിതയെ ഒരു സ്ത്രീയായി കാണുന്നുണ്ട്. കാല്യല സജ്ജല കന്യക കനകക്കതിരുകൾ കൊണ്ടൊരു കണിവയ്ക്ക്, എങ്ങനെ ചങ്ങമ്പുഴയായാലും കടമ്മനിട്ടയായാലും ഒക്കെ എക്കാലത്തും കവിത എന്ന് പറയുന്ന ഒരു സ്ത്രൈണ സത്തയാണ്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഞാൻ നേരത്തെ ഒരു വൃത്തം എന്ന് പറഞ്ഞല്ലോ, കവി സഹൃദയൻ. കവിയും പുരുഷനാണ്, സഹൃദയനും പുരുഷൻ. കവി സാമ്രാട്ടാണ്, കവി സാർവഭൗമനാണ്. ഇതൊക്കെ പുരുഷ വിശേഷണങ്ങളാണ്. സഹൃദയൻ സമാന ഹൃദയനാണ്, പുരുഷനാണ്. പുരുഷനായ കവി പുരുഷനായ സഹൃദയന് കൈമാറ്റം ചെയ്യുന്ന ഒരു സ്ത്രൈണ സത്തയാണ് ഇന്ത്യൻ പോയറ്റിക്സിനെ സംബന്ധിച്ച് കാവ്യം എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്. പുരുഷനായ കവി പുരുഷനായ സഹൃദയന് രസിക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്യുന്ന ഒരു സ്ത്രൈണ സത്തയുടെ പേരാണ് ഇന്ത്യയിൽ സാഹിത്യം അഥവാ കവിത എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പോയറ്റിക്സിൽ പാട്രിയാർക്കി എന്നത് ലീനമായിരിക്കുന്നു. അതിന് പുറത്തേക്കൊന്നും വരണ്ട, അതിൽ പ്രമേയമൊന്നും ചേർക്കണ്ട. പിതൃധികാരം എന്ന് പറയുന്നത്, പുരുഷാധികാരം എന്ന് പറയുന്നത് ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിൽ അടിയുറച്ച് നിൽക്കുന്നു. അതിന് പുറത്തുനിന്ന് ഇനി പ്രമേയപരമായിട്ട് അതിനകത്ത് സ്ത്രീവിരുദ്ധത കൊണ്ടുവരൊന്നും വേണ്ട. അത് തന്നെ പുരുഷപക്ഷമാണ് അഥവാ പാട്രിയാർക്കലാണ് എന്നർത്ഥം. അങ്ങനെ കവി, കാവ്യം, സഹൃദയം എന്ന് പറഞ്ഞ ഒരു ഇതിൽ കിടന്ന് കറങ്ങാം. ഇതിൽ തുടർന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഹൃദയ വിഭജനത്തെക്കുറിച്ച് ചില ആലോചനകൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. സഹൃദയ വിഭജനം നോക്കൂ, ഇതിൻ്റെ തുടർച്ചയിൽ തന്നെ വരുന്നത് ചരിത്രത്തെയും സാമൂഹിക ഘടനയെ ചർച്ചക്കെടുത്തില്ല. സഹൃദയരെ അരോചകികൾ, സത്നാപ വ്യവഹാരികൾ, വിവേകികൾ
എന്നെല്ലാം വിഭജിച്ചപ്പോൾ വ്യക്തികളുടെ മാനസിക ശേഷിയെ കൂടുതൽ ആശ്രയിക്കുകയാണ് അത് ചെയ്തത്. രാജശേഖരൻ്റെ വളരെ പ്രസിദ്ധമായ സഹൃദയ വിഭജനം നമുക്കറിയാവുന്നതാണ്. തത്വാഭിനിവേശികൾ, സഹൃദയരെ 4ആയിട്ട് അദ്ദേഹം തിരിക്കുന്നു. ഏറ്റവും ഉന്നതരായ മാനസിക സംസ്കാരമുള്ള ആളുകളാണ് തത്വാഭിനിവേശികളായിട്ടുള്ള സഹൃദയർ. 1001 ഉണ്ടാവുള്ളൂ. അവരാണ് വാസ്തവത്തിൽ ഭാവുകന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത്. കവിക്ക് സമാനരാണ് അവർ. തത്വാഭിനിവേശികളായ സഹൃദയന്മാരുണ്ട്, അരോചകികളായുള്ളവരുണ്ട്. അരോചകികളും വിവേകമുള്ള ആളുകളാണ്. അവർക്കും കവിത വായിച്ചാൽ മനസ്സിലാവും, കാവ്യം വായിച്ചാൽ മനസ്സിലാവും. അവർ പക്ഷേ കുറച്ചുകൂടി കുറവായിരിക്കും. തത്വാഭിനിവേശികളാൾക്കും കുറച്ചും കൂടി ഉണ്ടാവും അരോചകികൾ. പിന്നെ മത്സരികളാണ്. മത്സരികൾ എന്ന് പറഞ്ഞാൽ ദോഷൈക ദൃക്കുകളാണ്. ഗുണം കണ്ടാലും ഗുണം കാണാത്തവരാണ്. ഗുണം കണ്ടാലും ദോഷം മാത്രം പറയുന്ന ആളുകളാണ് ഈ മത്സരികൾ. ഇതല്ലാത്ത അവസാനത്തെ ആളുകൾ ഈ സതൃണാഭ വ്യവഹാരികൾ. ഇത് വളരെ പ്രധാനമാണ്. സതൃണാഭ വ്യവഹാരി ആരാ? സതൃണാഭ വ്യവഹാരി രാജശേഖരൻ സതൃണാഭ വ്യവഹാരിയെ വിശദീകരിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടയോടൊപ്പം ഇലയും തിന്നുന്നവർ എന്നാണ്. അടയോടൊപ്പം ഇലയും തിന്നുന്നവരാണ് സതൃണാഭ വ്യവഹാരികൾ. എന്ന് വെച്ചാൽ നമ്മളെപ്പോലെയുള്ള ആളുകളാണ് സതൃണാഭ വ്യവഹാരികൾ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അട, ഇല പൊതിഞ്ഞിരിക്കുന്നു അട, ഈ ഇല മാറ്റി അരിയുടെ ഒരു പാളിയുണ്ട്. ആ പാളി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിലാണ് മധുരം ഉള്ളത്. ആ മധുരമാണ് രസം, അതാണ് ഭുജിക്കേണ്ടത്. അതറിയാത്ത ആളുകളാണ് സതൃണാഭ വ്യവഹാരികൾ. ഇല മാറ്റി അതിനുള്ളിലെ അല്ലെങ്കിൽ അരിയുടെ പാളി മാറ്റി അതിനുള്ളിലുള്ള മധുരത്തെ ഭുജിക്കണമെന്നറിയാത്ത ആളുകളാണ് സതൃണാഭ വ്യവഹാരികൾ. കുറച്ചുകൂടി ശരിയായിട്ട് പറഞ്ഞാൽ കാവ്യ ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്തവരാണ്, കവിത പഠിച്ചിട്ടില്ലാത്തവരാണ്, നിരുക്തി പഠിച്ചിട്ടില്ലാത്തവരാണ്, അലങ്കാരം പഠിച്ചിട്ടില്ലാത്തവരാണ്. നിങ്ങൾ അലങ്കാരശാസ്ത്രം പഠിച്ചാലും നിങ്ങൾ നിരുക്തി മനസ്സിലാക്കിയാലും മാത്രമേ കവിതയെ ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ പോയറ്റിക്സ് കവിത ഇങ്ങനെ അഴിച്ചെടുക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ ഈ ശബ്ദവ്യാപാരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അഭിധ വ്യഞ്ജന ലക്ഷണ എന്ന് പറയുന്നത്. അപ്പോൾ അഭിധ മാറ്റി വ്യഞ്ജന മാറ്റി ലക്ഷണയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾ രസത്തിലേക്ക് കടക്കുക. രസം ഭുജിക്കുന്നതിലൂടെയാണ് നിങ്ങൾ ആനന്ദത്തിലെത്തുക. ആനന്ദമാണ് മോക്ഷം. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാവ്യശിക്ഷണം ആവശ്യമുണ്ട്. കാവ്യശിക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഭുജിക്കാൻ പറ്റുള്ളൂ. ഇത് പൊളിച്ചെടുത്ത് അതിനുള്ളിൽ പോയിട്ട് രസം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. അതാർക്കാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളിടത്താണ് പ്രശ്നം രൂപപ്പെട്ടു വരുന്നത്. ആരാണ് ഇന്ത്യയിൽ കാവ്യശിക്ഷണം ലഭിച്ചിരുന്ന ആളുകൾ? ആരാണ് ഇന്ത്യയിൽ സംസ്കൃതം ഔപചാരികമായി അധ്യയനം നടത്തിയിരുന്ന ആളുകൾ? ആരാണ് നിരുക്തി പഠിച്ചിരുന്ന ആളുകൾ? ആരാണ് വ്യാകരണം പഠിച്ചിരുന്ന ആളുകൾ? ആരാണ് അലങ്കാരശാസ്ത്രം പഠിച്ചിരുന്ന ആളുകൾ? ഇവിടെയാണ് മാഷ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന സുപ്രധാനമായ കാര്യം വരുന്നത്. വ്യക്തിയുടെ മാനസിക സംസ്കാരമാണ് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്കാണ് ഇത് കൊണ്ടുചെന്ന് എത്തിച്ചത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ സതൃണാഭ വ്യവഹാരികളായിട്ട് അവർക്കിതിനുള്ളിൽ നിന്ന് ഈ മധുരം ഭുജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് ഇന്ത്യൻ പോയറ്റിക്സ് കൊണ്ടുചെന്ന് കെട്ടി എന്നർത്ഥം. ആ നിലയിൽ ഇന്ത്യൻ കാവ്യശാസ്ത്രത്തിനകത്ത് പുരുഷാധികാരവും മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ പുറത്താക്കുന്ന നിലയിലുള്ള ഒരു അടഞ്ഞ ഘടനയും ഇന്ത്യൻ പോയറ്റിക്സിനകത്ത് നിലനിന്നിരുന്നു എന്നുള്ളതാണ് പ്രദീപം പാമ്പരിക്കുന്ന് ഉന്നയിക്കാൻ ശ്രമിക്കുന്ന സുപ്രധാനമായ വിമർശനം. ഇത് പ്രധാനമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തത്വചിന്താപരമായിട്ടാണ് ഇതിനകത്തേക്ക് കടക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് ചില കാര്യങ്ങൾ പറയല്ല, മറിച്ച് ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ ഘടനയെ അഴിച്ചെടുത്ത് അതിനെ നിർദ്ധരിച്ചിട്ടാണ് അതിനുള്ളിലേക്ക് ചെന്ന് ഈ വിശദീകരണങ്ങൾ നൽകാൻ അദ്ദേഹം ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം. സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇതേ ചിന്ത അദ്ദേഹം ജ്ഞാനത്തെക്കുറിച്ച് നൽകുന്നുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഇന്ത്യയിൽ നോളജായി മാറിയത്? ആ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇന്ത്യയിൽ എന്തായിരുന്നു നോളജ് എന്തുകൊണ്ടാണ് ഭൗതികമായ അധ്വാനങ്ങൾ അറിവാകാതെ പോയത്? മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളുടെ വിജ്ഞാനം എന്തുകൊണ്ട് ഇന്ത്യയിൽ അറിവായില്ല എന്ന ചോദ്യവും ഈ നിലയിൽ അദ്ദേഹം അന്വേഷിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അടിസ്ഥാനപരമായി ജനാധിപത്യ വിരുദ്ധമായാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്നും അതിൽ നിന്ന് മുക്തമായി സൗന്ദര്യശാസ്ത്രത്തെ കുറെ കൂടി ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്തർവാഹിനിയായ ജീവിതം എന്ന് പറയുന്ന പ്രബന്ധത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. അപ്പം എങ്ങനെയാണ് സൗന്ദര്യത്തെ ജനാധിപത്യവൽക്കരിക്കുക? പ്രദീപൻ പാമ്പരിക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയായി അദ്ദേഹം കാണുന്നത് ദലിത് സാഹിത്യ വിമർശനമാണ്. അതൊരു വഴിയാണ്. ധാരാളം വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. സൗന്ദര്യം ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. അതുകൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബാല്യകാല സഖിയുടെ അവതാരിക, എം പി പോളിൻ്റെ ബാല്യകാല സഖിയുടെ അവതാരിക നമ്മളെല്ലാം വായിച്ചിട്ടുണ്ടാവും. അതിൽ എം പി പോൾ പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അത് അറിയാവുന്നതുമാണ്. ഈ നോവൽ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരു ഏടാണ്. വക്കിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു,
ചോര കണ്ടാൽ ഭയപ്പെടുന്നവർ ഈ നോവലിലേക്ക് കടക്കരുത്, എക്സെട്രാ കാര്യങ്ങൾ. അതല്ലാതെ ആ മുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എം പി പോൾ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: തിരണ്ട് കല്യാണം സാഹിത്യത്തിന് വിഷയമാകാമെങ്കിൽ മാർക്ക കല്യാണവും സാഹിത്യത്തിന് വിഷയമാകാമെന്ന് ഈ നോവൽ പഠിപ്പിക്കുന്നു. തിരണ്ട് കല്യാണം സാഹിത്യത്തിന് വിഷയമാകാമെങ്കിൽ മാർക്ക കല്യാണവും സാഹിത്യത്തിന് വിഷയമാകാം എന്ന് ഈ നോവൽ പറയുന്നു. തിരണ്ട് കല്യാണം അതുവരെ സാഹിത്യത്തിന് വിഷയമായിരുന്നു, മാർക്ക കല്യാണം വിഷയമായിരുന്നില്ല. മാർക്ക കല്യാണം കൂടി വരികയാണ്. ഇങ്ങനെ വരുന്നത് പ്രധാനമാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് സൗന്ദര്യത്തിൻ്റെ ജനാധിപത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഈ സാമൂഹികമായ പല പല തട്ടിലും ശ്രേണികളിലുള്ള മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും സാഹിത്യത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നമ്മുടെ സൗന്ദര്യബോധം വികസ്വരമാവുകയുള്ളൂ, സൗന്ദര്യബോധം വികസിപ്പിക്കപ്പെടുകയുള്ളൂ, സൗന്ദര്യബോധം ജനാധിപത്യവൽക്കരിക്കപ്പെടുകയുള്ളൂ. ഇതാണ് എം പി പോൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. സൗന്ദര്യബോധം വികസിപ്പിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഷെല്ലിയുടെ വളരെ പ്രസിദ്ധമായൊരു പ്രബന്ധമുണ്ട്, ഡിഫൻസ് ഓഫ് പോയട്രി എന്ന പേരിൽ. 1820കളിലാണ് അത് എഴുതപ്പെട്ടത്. അതിന് 2 വർഷം മുമ്പ് അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തത്വചിന്തകരിൽ ഒരാളായ തോമസ് ലവ് പീക്കോക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനായ തോമസ് ലവ് പീക്കോക്ക് ഒരു വലിയ പുസ്തകം തന്നെ എഴുതി. അതിൽ അദ്ദേഹം ഈ 4 Ages ഓഫ് പോയട്രി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, 4 Ages ഓഫ് പോയട്രി. അതിൽ പീക്കോക്ക് പറഞ്ഞു, കവിതയുടെ കാലമൊക്കെ അവസാനിച്ചു, ഇനി കവിതയല്ല, ഇനി ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാലമാണ് വരാൻ പോകുന്നത്. കവിത അവസാനിച്ചു. കവിത മുമ്പ് ആവശ്യമുണ്ടായിരുന്നു മനുഷ്യർക്ക്. കാരണം കവിതയിലൂടെ മാത്രം വിജ്ഞാനം വിനിമയം ചെയ്യാൻ പറ്റുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. കവിതയിലൂടെ മീൻസ് പദ്യത്തിലൂടെ മാത്രം വിജ്ഞാനം വിനിമയം ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു. ഇപ്പം അച്ചടി വന്നു. അച്ചടി വരുന്നതോടുകൂടി പദ്യമേ ആവശ്യമില്ലാണ്ടായി. അച്ചടിച്ച് വെക്കാം, അറിവുകൾ സൂക്ഷിച്ചു വെക്കാം, ഇനി അങ്ങോട്ട് കവിത ആവശ്യമില്ല എന്ന് തോമസ് ലവ് പീക്കോക്ക് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഷെല്ലി ഒരു പ്രബന്ധം എഴുതിയ ഡിഫൻസ് ഓഫ് പോയട്രി എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര്. അതിനകത്ത് ഷെല്ലി സൂചിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാങ്കേതിക വിദ്യ വളരെ വികസിക്കുകയും സാങ്കേതിക വിദ്യയും ശാസ്ത്രവും വികസിക്കുകയും സൗന്ദര്യബോധം അവികസിതമായി നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അപകടകരമായൊരു കൂട്ടുകെട്ടാണ്. അതെപ്പോൾ വേണമെങ്കിലും സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങാം. സാങ്കേതികവിദ്യ വികസിക്കുകയും സൗന്ദര്യബോധം അവികസിതമായി ഇരിക്കുകയും ചെയ്യുന്ന സമൂഹം എന്ന് പറയുന്നത് അപകടകരമായൊരു സമൂഹമാണ്. അത് സ്വേച്ഛാധികാരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുള്ളതൊന്നാണ്. അതുകൊണ്ട് സാങ്കേതിക വികാസത്തിന് സമാന്തരമായി തന്നെ സൗന്ദര്യാത്മകമായ ജനാധിപത്യവൽക്കരണവും വികാസം എന്നുള്ള വാക്കാണ് ഷെല്ലി ഉപയോഗിക്കുന്നത്. വികാസവും നടക്കേണ്ടതുണ്ട് എന്നാണ് ഷെല്ലി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. സാങ്കേതിക വിദ്യ വികസിക്കുകയും സൗന്ദര്യബോധം അവികസിതമായിരിക്കുകയും ചെയ്തുകൂടാ എന്ന് 1820കളുടെ മധ്യത്തിൽ ഷെല്ലി ചൂണ്ടിക്കാണിച്ചു. നമുക്കറിയാം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിൽ ഫാസിസം രൂപപ്പെട്ടു വന്നതിനെക്കുറിച്ച് നമുക്കറിയാം. എന്താണ് ഫാസിസം എന്നതിനെക്കുറിച്ചിട്ട് നൽകാൻ പറ്റുന്ന ഒരു വിശദീകരണം ഷെല്ലി 1 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞതാണ്. സാങ്കേതിക വിദ്യ വികസിക്കുകയും സൗന്ദര്യാവബോധം അവികസിതമായിരിക്കുകയും ചെയ്തു എന്നതാണ്. ഞങ്ങളുടെ സൗന്ദര്യബോധം എന്ന് പറയുന്നത്, ഞങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഭക്ഷണശീലം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഉന്നതാണ് എന്നും ഞങ്ങളുടേതല്ലാത്ത ജൂതന്മാരുടെ വസ്ത്രധാരണവും അവരുടെ ഭക്ഷണശീലവും അവരുടെ ഭാഷയും അവരുടെ ജീവിതായോധനവും അല്പം കുറഞ്ഞതാണ് എന്നും കരുതുന്ന ഒരു സൗന്ദര്യബോധമാണ് ഫാസിസത്തെ സാധ്യമാക്കിയത്. സാങ്കേതിക വിദ്യ വികസിക്കുന്നു, പക്ഷേ തങ്ങളുടേതല്ലാത്ത സംസ്കൃതികളെയും തങ്ങളുടേതല്ലാത്ത അനുഭവങ്ങളുടെയും തങ്ങളുടേതല്ലാത്ത ജീവിതങ്ങളെയും പുറത്താക്കാനുള്ള ഒരു ശ്രമവും നടക്കും. ഇത് രണ്ടും കൂടി ചേർന്നാണ് ഫാസിസം വാസ്തവത്തിൽ രൂപപ്പെട്ടു വന്നത്. അതുകൊണ്ട് സൗന്ദര്യബോധം ജനാധിപത്യവൽക്കരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ പൊളിറ്റിക്കലായ വളരെ വളരെ രാഷ്ട്രീയമായ ഒരു സമരത്തിൻ്റെ കൂടി ഭാഗമാണ്. എം പി പോൾ ഈ നിലയിൽ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തിരണ്ട് കല്യാണം മാത്രം പോരാ, മാർക്ക കല്യാണം കൂടി വരണം. ഇത് സാഹിത്യത്തിലേക്ക്, ഈ ജീവിതങ്ങൾ സാഹിത്യത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ തങ്ങളുടേതല്ലാത്ത ജീവിതത്തെ കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു വൈപുല്യം നമുക്ക് വരുള്ളൂ. ആഖ്യാനത്തിൻ്റെ ഒരു സവിശേഷത അതാണ് കേട്ടോ. ആഖ്യാനത്തിലേക്ക് കടക്കുന്നതോടുകൂടി മാത്രമേ ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാവുള്ളൂ. ഇതാണ് പൊയ്കയിൽ അപ്പച്ചൻ പറയുന്നത്, കാണുന്നതിൽ ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി എന്നാണ് പറയുന്നത്. ഒരക്ഷരവും കാണുന്നില്ല എന്നാണ് പറയുന്നത്, എഴുതിയിട്ടില്ല എന്നാണ്. നിങ്ങൾ എഴുതി വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ അവസാനത്തെ വാചകം ഞാൻ എഴുതാൻ തുടങ്ങി എന്നാണ്. ഞാൻ എഴുതാൻ തുടങ്ങി, എഴുത്താണ്. എഴുത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എഴുതിയാൽ മാത്രം, ആഖ്യാനത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഒരു ജനതയുടെ ജീവിതത്തിനും ഒരു ജനതയുടെ സംസ്കാരത്തിനും ചരിത്രത്തിൽ ഇടം കിട്ടൂ. കാണുന്നതിൽ ഒരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് പൊയ്കയിൽ അപ്പച്ചൻ പറയുന്ന ചരിത്രം ഇല്ലാത്തത് കൊണ്ടല്ല, ദളിതർക്ക് അല്ലെങ്കിൽ അടിമകളായ ആളുകൾക്ക്, കീഴാളർക്ക് ഇന്ത്യയിൽ ചരിത്രം ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അത് ഭാഷയിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ്. ഭാഷയിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഇത് ചരിത്രപരമായി അടയാളപ്പെടുത്തപ്പെടുകയുള്ളൂ എന്നർത്ഥം. ഇതാണ് എം പി പോൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ബാല്യകാല സഖിയിലുള്ളതാണ്. ഇത് തുറക്കാണ്.
ഇങ്ങനെ ഓരോ ഘട്ടത്തിലും സാഹിത്യം ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗന്ദര്യത്തെ ജനാധിപത്യവൽക്കരിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഈ ജനാധിപത്യവൽക്കരണം വളരെ സുപ്രധാനമാണ്. അതിനുവേണ്ടി നടത്തിയ ഒരു സമരമായിട്ടാണ് പ്രദീപൻ മാഷിൻ്റെ ഈ വൈജ്ഞാനിക ജീവിതത്തിൻ്റെ ഒരടരിനെ കാണാൻ പറ്റും. എന്താണ് ഈ ജനാധിപത്യവൽക്കരണത്തിൻ്റെ വഴി? അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇന്ത്യയിലെ ദളിത് സാഹിത്യ വിമർശനം യഥാർത്ഥത്തിൽ സവർണ സാഹിത്യത്തിൻ്റെ വിമർശനമാണ്. അതുവഴി അവ ഒരു ദളിത് കർത്തൃത്വത്തെ നിർമ്മിക്കുകയും ചെയ്യുന്നു. നിഷേധത്തിൻ്റെയും അതുവഴി സ്വയം നിർമ്മാണത്തിൻ്റെയും ശില്പതന്ത്രമാണ് ദളിത് വിമർശനത്തിൻ്റേത്. പ്രതിനിധാനങ്ങളെ അപനിർമ്മിക്കുന്ന സൈദ്ധാന്തിക സമീപനമാണ് അത് സ്വീകരിക്കുന്നത്. അതെന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള ദളിത് സാഹിത്യ വിമർശനത്തിലൂടെയാണ് അദ്ദേഹം ഈ വഴി വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റു വഴികളിലൂടെ നമുക്കെല്ലാവർക്കും ഈ രീതിയിലൊക്കെ കടക്കാവുന്നതുമാണ്. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദളിത് സാഹിത്യ വിമർശനം ചെയ്യുന്നത് ഇതുവരെയുള്ള സാഹിത്യ സങ്കല്പങ്ങളെ മുഴുവൻ നിഷേധിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഔട്ട്റൈറ്റായി തള്ളുന്നു എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ വൈരുദ്ധ്യങ്ങളിലേക്ക് നമ്മുടെ കാഴ്ച കൊണ്ടു ചെല്ലുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പോയറ്റിക്സിൻ്റെ പാട്രിയാർക്കലായ സ്വഭാവത്തെക്കുറിച്ച്, ഇന്ത്യൻ പോയറ്റിക്സ് എങ്ങനെയാണ് ബഹുജന ഭൂരിപക്ഷത്തെ പുറത്താക്കിയത് എന്നുള്ളതിനെക്കുറിച്ച്, രസമടക്കമുള്ള അലങ്കാരങ്ങളടക്കമുള്ള ഇതര പദ്ധതികളിലെല്ലാം എങ്ങനെയാണ് അധികാരം നിലീനമായിരിക്കുന്നത് എന്നുള്ളത് നിരന്തരമായി പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിച്ച് ഉൾക്കൊള്ളലിൻ്റെതായ പുതിയ ഒരു സാഹിത്യ സൗന്ദര്യാത്മക മണ്ഡലത്തെ സൃഷ്ടിച്ചെടുക്കാനാണ് പ്രദീപൻ പാമ്പിരികുന്ന് അദ്ദേഹത്തിൻ്റെ അക്കാദമിക ലേഖനങ്ങളിലൂടെ ഉടനീളം ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഒരു ഭാഗമായിട്ട് പറയാനുള്ളത്. ഞാൻ ദീർഘിക്കുന്നുണ്ടോ? പക്ഷേ ഒരു 10-15 മിനിറ്റും കൂടി എടുത്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യ ബോധത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതാണ്. അതിന് ഒരു ലേഖനം ഞാൻ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിരുന്നു. അത് സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങളോട് സംസാരിച്ചതെന്ത് എന്ന താരതമ്യേന ചെറിയ ഒരു ലേഖനമാണ്. സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്, അത് നിങ്ങളുടെ സിലബസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ സിലബസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ് സാഹിത്യ ചരിത്രങ്ങൾ നിങ്ങളോട് സംസാരിച്ചത്. സാഹിത്യ ചരിത്ര വിജ്ഞാനീയം എന്ന ഈയിടെ രൂപപ്പെട്ടു വന്ന ഒരു വിഷയമേഖലയുടെ ഭാഗമായിട്ട് അദ്ദേഹം എഴുതിയ ലേഖനങ്ങളിലൊന്നാണ്. അതിലെ പ്രധാനപ്പെട്ട 2-3 പോയിൻ്റ് മാത്രം പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം, ഈ ഭാഗം അവസാനിപ്പിക്കാം. ചരിത്രം കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് പിരിഞ്ഞോളാം. 15 മിനിറ്റ് നോക്കൂ. അത് തുടങ്ങുന്നു: ഭൂതകാലം രേഖപ്പെടുത്താനുള്ള നിഷ്കളങ്കമായ മോഹം മാത്രമല്ല ചരിത്രരചന, ചരിത്ര നീതിയോടല്ല അധികാരത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചരിത്രത്തോടുള്ള വിമർശനത്തിൽ നിന്ന് ആരംഭിക്കുന്നു, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഗണകൽപ്പനകളെല്ലാം, അവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഗണകൽപ്പനകളെല്ലാം പാർശ്വവൽക്കരണങ്ങളുടെ ചിഹ്നം കൂടിയാണ്. സംസ്കൃതം പ്രാകൃതം, അപാമരം പാമരം, ക്ലാസിക് ഫോക്ക് തുടങ്ങിയ ഗണകൽപ്പനകളെല്ലാം പാർശ്വവൽക്കരണങ്ങളുടെ ചിഹ്നങ്ങൾ കൂടിയാണ്. സാഹിത്യ ചരിത്രം ഒരേ സമയം സാഹിത്യത്തിൻ്റെ ന്യായീകരണവും സ്ഥാപനവൽക്കരണവും ആവുന്നു. എങ്ങനെയാണ് ഈ ഗണകൽപ്പനകൾ പ്രവർത്തിക്കുന്നത്? സാഹിത്യ ചരിത്രം എന്ന് പറയുന്നത് കേവലം ഒരു പുസ്തകമല്ല, നമ്മൾ ലൈബ്രറിയിൽ പോയി കാണുന്ന, റെഫർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു പുസ്തകം മാത്രമല്ല, മറിച്ച് അത് നമ്മുടെ സാഹിത്യ ബോധത്തിൻ്റെ അടിസ്ഥാനമാണ്. സാഹിത്യാവബോധത്തിൻ്റെ അതിൻ്റെ എന്താ പറയുക പ്രിൻസിപ്പിളാണ്, അല്ലെങ്കിൽ അതിൻ്റെ പില്ലറാണെന്ന് വേണമെങ്കിൽ പറയാം സാഹിത്യ ചരിത്രങ്ങൾ. സാഹിത്യ ചരിത്രങ്ങളാണ് ഈ ലേബലുകൾ നൽകുക എന്ന് പറയുമല്ലോ, നമ്മൾ ഈ പേരുകൾ നൽകുക, ചില സ്ഥാനങ്ങൾ നൽകുക, ചില പദവികൾ നൽകുക, ചിലയിടങ്ങളിൽ ചിലരെ കൊണ്ടുപോയി ഇരുത്തുക, ചിലരെ പുറത്താക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യുന്നത് സാഹിത്യ ചരിത്രങ്ങളാണ്. സാഹിത്യ ചരിത്രങ്ങളെ ഗണകൽപ്പനയെക്കുറിച്ചിട്ടാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ചില ഗണങ്ങളെ തിരിച്ചിട്ടുണ്ട് സാഹിത്യ ചരിത്രങ്ങൾ. ചിലത് ഒറ്റൊന്ന് ഉദാഹരിക്കാം, ചിലത് ക്ലാസിക്കാണ്, ചിലത് ഫോക്കാണ്. എന്താണ് ക്ലാസിക് ആവുന്നത്, എന്താണ് ഫോക്ക് ആവുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ഒരു ചോദ്യം. ഇതിനോട് അനുബന്ധമായിട്ട് പറയട്ടെ, നിങ്ങൾ ക്ലാസിക് ഫോക്ക് എന്നുള്ള വർഗീകരണത്തെക്കുറിച്ച് ആഴമേറിയ ഒരു പഠനം ഡോക്ടർ KM അനിലിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും അതുകൂടി ഒന്ന് വായിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ ഈ ക്ലാസിക് ഫോക്ക് എന്ന് പറഞ്ഞ വർഗീകരണത്തിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള ബേസ് എന്നുള്ളത് മാഷ് അവിടെ സൂക്ഷ്മമായിട്ട് തന്നെ ചർച്ച ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ക്ലാസിക് എന്താണ്, ഫോക്ക് എന്താണ്, എന്തുകൊണ്ട് ചിലത് ക്ലാസിക് ആവുന്നു, എന്തുകൊണ്ട് ചിലത് ഫോക്ക് ആവുന്നു. അത് നിഷ്കളങ്കമായല്ല എന്നും ആ വർഗീകരണത്തിനകത്ത് ഐഡിയോളജിക്കലായ ചില എലമെൻറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുമാണ് ഈ പ്രദീപ മാഷുമൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഫോക്ക് എന്ന് പറയുന്നത് സാമാന്യ നിലയിൽ നമ്മൾ പറയും ക്ലാസിക് ചിട്ടപ്പെടുത്തപ്പെട്ടതാണ്, ഫോക്ക് ചിട്ടകളില്ലാത്തതാണ്. ക്ലാസിക് കുറേ കൂടി അതോറിറ്റി ഉള്ളതാണ്, ആധികാരികമാണ്. ഫോക്ക് എന്ന് പറയുന്നത് അധികാരികത കുറഞ്ഞതാണ്. പക്ഷേ ഈ ഫോക്ക്ലോറിൻ്റെ ഹിസ്റ്ററി തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൗതുകകരമായ പല പല നിരീക്ഷണങ്ങൾ നമുക്ക് ഫോക്ക്ലോറിൽ വരുന്ന കാണാൻ പറ്റും. ഇപ്പോൾ ഈ റഷ്യയിലൊക്കെ ഫോക്ക്ലോർ എന്ന് പറയുന്നത് എന്താണ്, ഈ
നഗരത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന പ്രാന്തപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ജീവിതവും അനുഭവമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഫോക്ക്. അങ്ങനെ ഫോക്ക് ക്ലാസിക് എന്ന് പറയുന്നതിന് സാർവജനീനവും സാർവകാലികവുമായിട്ടുള്ള നിർവചനങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ പക്ഷേ പൊതുവെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് ക്ലാസിക് എന്ന് പറയുന്നത് ചിട്ടപ്പെടുത്തപ്പെട്ടതും ഫോക്ക് ചിട്ടപ്പെടുത്തപ്പെടാതെ പോയതും എന്നുള്ളത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാണുന്നില്ല ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി. എഴുതപ്പെട്ടതാണ് ക്ലാസിക്, എഴുതപ്പെടാത്തതാണ് ഫോക്ക്. ഫോക്ക്ലോറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് പറയുന്നതായിരിക്കും ഫോക്ക്ലോറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് അജ്ഞാത കർത്തൃകാണ്. ആരെഴുതിയാന്നറിയില്ല, അതിന് പാഠഭേദങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അജ്ഞാത കർത്തൃകാവുന്നത്, എന്തുകൊണ്ടാണ് പാഠഭേദം ഉണ്ടാവുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്നതിൽ ഒരക്ഷരവും എൻ്റെ വംശത്തെ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഭാഷയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, ഭാഷയ്ക്ക് പുറത്താണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാഷയിലേക്ക് പ്രവേശിക്കാതെ പോകുന്നത്? ഭാഷ എന്ന് പറയുന്ന ഒരു സവിശേഷ ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ഇടപെടൽ മേഖലയായിരുന്നു എഴുത്ത് എന്ന് പറയുന്നത്. എഴുത്തിന് പുറത്ത് നിൽക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ആവിഷ്കാരങ്ങൾ ഫോക്കും ക്ലാസിക്കുമായി വിഭജിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് വളരെ പ്രധാനമാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, സാഹിത്യകൃതി ഒരു ചിഹ്ന വ്യവസ്ഥയാണ്, അതിനെ വ്യാഖ്യാനിക്കുകയല്ലാതെ അനശ്വരമായി സ്ഥാപിക്കാനാവില്ല. സാഹിത്യ ചരിത്രങ്ങൾ വ്യാഖ്യാന സാധ്യതകൾ അപ്രധാനാക്കുകയും കൃതിയെ സ്ഥാപനവൽക്കരിക്കുകയുമാണ് ചെയ്യുന്നത്. കൃതികളുടെ ഏകാർത്ഥ പ്രതീതി മുഖ്യമാക്കി അതിനെ ഏതെങ്കിലും കാലഘട്ടത്തിൽ പ്രതിഷ്ഠിക്കുക വഴി ഇതര പാഠസാധ്യതകൾ അവ തമസ്കരിക്കുന്നു. ഘടനാവാദാനന്തരത, പോസ്റ്റ് സ്ട്രക്ചറലിസം എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരാശയത്തിൽ നിന്നാണ് അദ്ദേഹം ഇത് പറയാൻ ശ്രമിക്കുന്നത്. ഏത് സാഹിത്യകൃതിക്കുള്ളത് പാഠസാധ്യതകളാണ്. ഗാലക്സി ഓഫ് സയൻസ് എന്നൊക്കെയാണ് ബാർത്ത് അതിനെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചത്. ചിഹ്നനങ്ങളുടെ ചക്രവാളം. ഏത് സാഹിത്യകൃതിയും ചിഹ്നനങ്ങളുടെ ഒരു ചക്രവാളാണ്. അതിന് സാധ്യതകളുണ്ട്, അനന്തമായ പാഠസാധ്യതകളുണ്ട്. പക്ഷേ ഒരു സാഹിത്യ ചരിത്രം എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാഹിത്യകൃതിയുടെ ഈ ഭിന്ന പാഠസാധ്യതകളെ തമസ്കരിച്ച് അതിനെ എന്ത് ചെയ്യുന്നു, ഫ്രീസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ ചരിത്രത്തിൽ നിശ്ചലമാക്കി നിർത്തുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ പ്രസ്ഥാന കൽപ്പനകളിലൊക്കെ ഇത് കാണാൻ പറ്റും. പ്രസ്ഥാന കൽപ്പനകളിൽ ഫ്രീസിങ് കാണാൻ പറ്റും. ഒരു കവിത എടുത്തിട്ട് ഇത് കാൽപ്പനിക പ്രസ്ഥാനത്തിലെ ഉൾപ്പെട്ട കവിതയാണ്, അല്ലെങ്കിൽ ഇത് എഴുത്തച്ഛൻ്റെ കവിത എന്ന് പറയുന്നത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്നതാണ്. ഇങ്ങനെ പ്രസ്ഥാനങ്ങളുടെ ചട്ടക്കൂടിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക, പിന്നീട് ചലനമില്ലാത്ത ഒന്നായിട്ട് നിർത്തുകയാണ് ഈ സാഹിത്യ ചരിത്രങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം. ഒരർത്ഥത്തിൽ സാഹിത്യം എന്നത് പ്രസ്ഥാനങ്ങളെ മറികടക്കുന്ന ഒന്നാണ്. ഒരു പ്രസ്ഥാനത്തിനുള്ളിൽ നിൽക്കുന്ന ഒന്നല്ല ഒരു കവിതയും അല്ലെങ്കിൽ ഒരു എഴുത്തും പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നതല്ല. സാഹിത്യ ചരിത്രം പക്ഷേ അതിനെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി ചെന്ന് കെട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സാഹിത്യ ചരിത്രം ഒരു ഭാഗത്ത് ഗണകൽപ്പനകളിലൂടെയും നാമകരണത്തിലൂടെയും ചില സാമൂഹ്യ അധികാരങ്ങൾ ഉറപ്പുവരുത്തുന്നു. രണ്ട്, സാഹിത്യത്തിൻ്റെ ഭിന്നാർത്ഥ സാധ്യതകളെ അത് നിഷ്ക്രിയമാക്കുന്നു. അതിനെ എന്താ പറയുക, ചലിക്കാൻ ശേഷിയില്ലാത്ത ഒന്നായിട്ട്, ചരിത്രത്തിലെ ശിലീഭൂതമായ ഒന്നായിട്ട്, ഒരു ശില പോലെ അവിടെ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ വർഗീകരണത്തിലേക്ക് കടക്കുന്നുണ്ട്. ഒരു കാര്യം അവിടെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഉദാഹരണങ്ങൾ കാണുന്നു. നോക്കൂ, പാട്ടുകളെ വർഗീകരിക്കുമ്പോൾ പാണൻ പാട്ട്, പറയൻ പാട്ട്, പുലയൻ പാട്ട്, മാപ്പിളപ്പാട്ട്, വേടൻ പാട്ട് തുടങ്ങിയവ അവയുടെ സാഹിത്യേതര പരിഗണനകളാലാണ് അഥവാ ജാതിനാമങ്ങളാലാണ് അടയാളപ്പെടുത്താറുള്ളത്. ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് വഴി സമൂഹത്തിൻ്റെ വിവിധ ജൈവധാരകളെ പൊതുസ്വത്തായി സ്വീകരിക്കുന്നതിൽ നിന്ന് പിൽക്കാല സാമൂഹിക വ്യവഹാരങ്ങളെ സാഹിത്യ ചരിത്രം തടയുന്നുണ്ട്. സുപ്രധാനമായൊരു പോയിൻ്റാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചിലത് പാണം പാട്ടാണ്, ചിലത് പറയൻ പാട്ടാണ്, ചിലത് പുലയൻ പാട്ടാണ്, ചിലത് മാപ്പിളപ്പാട്ടാണ്. ഇങ്ങനെ ജാതി സാമുദായിക നാമങ്ങൾ ഇതിലേക്ക് ചേർക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പൊതുസ്വത്താവാതെ പോവും. ഇതൊരു പ്രത്യേക സമുദായത്തിൻ്റെ പ്രത്യേക ജാതിയുടെ മാത്രം ആവിഷ്കാരമായിട്ട് പോകും. ചിലതിനാവട്ടെ ഈ സാമുദായിക ജാതി നാമങ്ങൾ കാണുകയുമില്ല. ഏതെങ്കിലും പ്രത്യേക സാമുദായിക ജാതി സമൂഹത്തിനുള്ളിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ആവിഷ്കരിക്കപ്പെട്ടോ ചെയ്ത കലാരൂപങ്ങൾക്ക് തന്നെ ഈ ജാതി സാമുദായിക നാമങ്ങൾ നമ്മൾ കാണുകയുമില്ല. അത് പൊതുവാണ്. അതാണ് ക്ലാസിക് എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ക്ലാസിക് പൊതുവാണ്. വാസ്തവത്തിൽ ക്ലാസിക് പൊതുവാണോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രതിഭ മാഷ് ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ക്ലാസിക് എന്ന് പറയുന്ന കല പൊതുവാണോ? എല്ലാവർക്കും കൂടി അത് എന്താ പറയുക, ആസ്വദിച്ച ഒരു ചരിത്രം കേരളത്തിനുണ്ടോ? പക്ഷേ ക്ലാസിക്കായ ക്ലാസിക് എന്ന് കരുതപ്പെടുന്ന ഒരു കലയ്ക്കും നിങ്ങൾക്ക് ഈ ജാതി സൂചകങ്ങൾ കാണാൻ പറ്റൂല. അതേസമയം ഫോക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓരോന്നിനും നിങ്ങൾക്ക് ജാതി സൂചനകൾ കാണാം. ഇതെന്തുകൊണ്ടാണ് പ്രശ്നമാവുന്നതെന്നറിയോ? ഇങ്ങനെ ഈ വിശേഷണം നൽകുന്നതിലൂടെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കുക ചെയ്യാം. വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമല്ലേ ഈ കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ, എന്നേത് ഭാഷ തുടങ്ങുന്നത്? പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിൻ പുറത്താശു മൃഗാതിരാജൻ,
കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ. കട്ടക്കയം ചെറിയാൻ മാപ്പിളയെ ക്രൈസ്തവ കാളിദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ എന്താണ് സാഹിത്യ ചരിത്രങ്ങളിൽ സാഹിത്യാവബോധം ചെയ്തത്? കട്ടക്കയം ചെറിയാൻ മാപ്പിള ശ്രീയേശു വിജയൻ എന്ന് പറയുന്ന എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഉള്ളൂരിനോ വള്ളത്തോളിനോ ഒക്കെ എഴുതാൻ പറ്റുന്ന നിലയിൽ എല്ലാ ലക്ഷണയുക്തമായ മഹാകാവ്യം എഴുതിയ ആളാണ്. അദ്ദേഹം ക്രൈസ്തവ കാളിദാസനാവുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൻ്റെ കാളിദാസനായി മാറുന്നു. പൊതു കാളിദാസനാവുക സാധ്യമല്ലാതാവുന്നു. അല്ലെങ്കിൽ പണ്ഡിറ്റ് കറുപ്പനെ അല്ലെങ്കിൽ മൂലൂർ എസ് പത്മനാഭ പണിക്കരെ നമ്മൾ പുലയ കവി എന്നോ ഈഴവ കവി എന്നോ, മൂലൂരിനെ ഈഴവ കവി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരെ, ശ്രീനാരായണ ഗുരുവിനെ പോലും ഈഴവ കവി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവർ ഈഴവ കവിയാവുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈഴവരുടെ മാത്രം കവികളാവുന്നു. ഒരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് ഓർക്കട്ടെ. ഈ മൂലൂർ എസ് പത്മനാഭ പണിക്കർ വലിയ ജന്മിയായിരുന്നു. ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹം വലിയ ജന്മി വിഭാഗത്തിൽപ്പെട്ട ധാരാളം പൈസയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്കൊക്കെ. അങ്ങനെയുള്ള ഒരാൾ പോലും മലയാളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഈഴവ കവിയായിട്ടാണ് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ കുമാരനാശാൻ ഒരിക്കലും ഈഴവ കവിയായി അടയാളപ്പെടുത്തപ്പെട്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് കുമാരനാശാൻ ഈഴവ കവിയാവാതെ പോയത് എന്ന ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്. എന്തുകൊണ്ട് ഈഴവ കവി ആയില്ല? വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയൊരു വിശദീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആശാൻ കവിതകളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ആശാൻ കവിതകൾ വൃത്തബദ്ധാണ്. ആശാൻ കവിതകൾ സാങ്കേതികമായി പൂർണ്ണത പ്രാപിച്ചിട്ടുള്ള കവിതകളാണ്. ആശാൻ കവിതകളിൽ ധാരാളം സംസ്കൃത പദങ്ങളുടെ ഒരു സങ്കലനം കാണാൻ പറ്റും. വീണപൂവിൽ തന്നെ 44 സംസ്കൃത സംയോജിത പദങ്ങളുണ്ട് നെമ്മങ്കാരശ്ശേരി ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സുചിര യോഗ സംയത സ്വാന്ത എന്നൊക്കെ നളിനിയിൽ പറയും. ഇങ്ങനെ സംസ്കൃത സമസ്ത പദങ്ങളിലൂടെയും സംസ്കൃത വൃത്തത്തിലൂടെയും അലങ്കാര പദ്ധതികളിലൂടെയൊക്കെയാണ് ആശാൻ എഴുതിയത്. ആശാൻ ദ്രാവിഡ വൃത്തം സ്വീകരിക്കുന്നത് അദ്ദേഹം ഒരു കവിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ്. ചണ്ടാല ഭിക്ഷു എത്തുമ്പോൾ മാത്രമാണ് ദ്രാവിഡ വൃത്തത്തിലേക്ക് അദ്ദേഹം കടക്കുന്നുള്ളൂ. അതുവരെ അദ്ദേഹം ഈ സംസ്കൃത വൃത്തങ്ങൾ സ്വീകരിക്കുന്നു. സംസ്കൃതം അല്ലെങ്കിൽ സംസ്കൃതം എന്നതിലുപരി മുഖ്യധാര എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാവ്യസങ്കല്പത്തിനകത്ത് നിന്നാണ് അദ്ദേഹം എഴുതുന്നത്. അദ്ദേഹം ജാതി വിരുദ്ധതയൊന്നും ചണ്ടാല ഭിക്ഷുകിയിൽ എത്തുന്നതുവരെ നേരിട്ട് പറഞ്ഞിട്ടേ ഇല്ല. മറിച്ച് പ്രണയത്തെക്കുറിച്ചൊക്കെയാണല്ലോ എഴുതുന്നത്. പിന്നീട് മാത്രമാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ആദ്യം മുഖ്യധാരാപരമായ ഡിവൈസസുകൾ ഉപയോഗിച്ചിട്ടാണ് ആശാൻ എഴുതുന്നത്. മൂലൂരൊന്നും പക്ഷെ അങ്ങനെയല്ല. തുടക്കത്തിൽ തന്നെ ജാതി വിരുദ്ധതയൊക്കെ പറയാൻ തുടങ്ങിയോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവ കവിയായി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഇതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ചിലത് മാത്രം ജാതി സാമുദായിക വിശേഷണങ്ങൾ നൽകുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? അവ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. സാഹിത്യ ചരിത്രത്തിന് സാഹിത്യാവബോധത്തിനകത്ത് ചിലതിന് നമ്മൾ സാമുദായിക പദവി നൽകുകയും ചിലതിന് നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇത് തിരിച്ചു നൽകുകയാണോ വേണ്ടതെന്നുള്ളതൊന്നല്ല കേട്ടോ ഇതിൻ്റെ പരിഹാരം. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് എന്നും ഇത് ചൂണ്ടിക്കാണിക്കുന്നത് വിഭാഗീയതയുടെ ഭാഗമായല്ല എന്നും ജനാധിപത്യവൽക്കരണത്തിൻ്റെ മുന്നുപാധിയാണ് എന്നും അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജാതിവാദി ആയതുകൊണ്ടാണ് എന്ന് പറയരുത്, മറിച്ച് ജനാധിപത്യവൽക്കരിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനൊരു പ്രശ്നം സാഹിത്യ ബോധത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് സാഹിത്യ ചരിത്രം മിക്ക എഴുത്തുകാരുടെയും ജാതി സമുദായം തുടങ്ങിയവ കണ്ടുപിടിക്കാനുള്ള ഒരു അവസരപ്പ ഏർപ്പാടായിട്ടാണ് മലയാളത്തിൽ മാറിയത് എന്നുള്ളൊരു വിശേഷണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഒറ്റ ഓർമ്മ മാത്രമേ ഞാൻ പറയാം. ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിലാണെന്ന് തോന്നുന്നു. അതെ, ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ മനോരമ തമ്പുരാട്ടിയെക്കുറിച്ച് പറയും അവർക്ക് മനോരമ എന്ന പേര് വന്നത് അവരുടെ എഴുത്തിൻ്റെ ഗുണം കൊണ്ട് മാത്രമല്ല അവരുടെ അംഗലാവണ്യം കൊണ്ടുകൂടിയാണ് എന്ന്. കാണാൻ നല്ല സുന്ദരിയായ ആളുകളായതുകൊണ്ട് കൂടിയാണ് മനോരമ എന്നുള്ള പേര് വന്നത്. ഒരു സാഹിത്യ ചരിത്രത്തിൽ ഒരു കാരണവശാലും വരണ്ടാത്തൊരു കമൻറ്റാണ്. അല്ലെങ്കിൽ ഇന്ന ആളുടെ പത്നിയാണ്, ഇന്ന ആളുടെ സഹോദരിയാണ്, ഇന്ന ആളുടെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളൂർ സാഹിത്യ ചരിത്രത്തിൽ ഓരോ പെൺകവികളെയും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വന്ന് ഈ ഒരു സ്ത്രീ കവിയെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ കുട്ടമത്ത് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ അയൽവാസിനിയാണ് എന്നാണ്. ഒരാളെയും കാണുന്നില്ല, ഭർത്താവില്ല, പിന്നെ പരിചയപ്പെടുത്താൻ പാകത്തിന് ഒരു ഭർത്താവോ പരിചയപ്പെടുത്താൻ പാകത്തിന് സഹോദരനോ അച്ഛനോ ഒന്നുമില്ല. അതിന് അവസാനം വലിയൊരു കവി അടുത്ത് താമസിക്കുന്നുണ്ട്. ഇന്ന് മനോരമയിൽ വാർത്ത വരുന്ന പോലെയാണ്. അതുപോലെ ഈ കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ അയൽവാസിനിയാണ് ഈ കവയത്രി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ സ്ത്രീവിരുദ്ധമായ
കുറേ കൂടി സവർണമായ ഒരു ബോധ്യമാണ്. ഇത് ഉള്ളൂരിൻ്റെ ഒന്നും തെറ്റായിട്ടൊന്നും കാണുകയേ വേണ്ട കേട്ടോ, ഞാൻ അങ്ങനെ പറയുകയില്ല ചെയ്ത്. പ്രദീപ മാഷിൻ്റെ പൊസിഷനിൽ അതുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പറയണം. ഇത് ചരിത്രത്തിൽ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, വ്യക്തികളെ എടുത്തിട്ട് ചരിത്രത്തിൽ കുറ്റപ്പെടുത്തില്ല. അടുത്ത പോയിന്റ് കൂടി പറഞ്ഞ് ഞാനത് പറയാം. ഏതെങ്കിലും വ്യക്തിയെ സ്ഥാപനവൽക്കരിക്കുകയോ വ്യക്തിയെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ചൊരു വ്യവഹാരം എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നതിലൂടെ അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വ്യവഹാരത്തെ കുറേ കൂടി എന്ത് ചെയ്യാനാണ്, ജനാധിപത്യവൽക്കരിക്കാനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവസാനത്തെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അത് ചരിത്രത്തിലോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളതാണ്. അതിന് ഒരു ലേഖനം ഞാൻ മാതൃകയായിട്ട് പറയാം. അത് മലബാർ ചെറു ആഖ്യാനങ്ങളിലെ നവോത്ഥാനം എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ആ പോയിന്റ് പറഞ്ഞിട്ട് ഞാനത് പറയാം. ഇപ്പോൾ നാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ മാഷ് അവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചരിത്രം രചിക്കരുത്. വ്യക്തിയെ കേന്ദ്രീകരിച്ച് കൊണ്ട് എന്നുള്ളതുപോലെ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നമ്മൾ ചരിത്രധാരണ രൂപീകരിച്ചുകൂടാ. ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഉള്ളൂരിൻ്റെ വ്യക്തിപരമായ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ പ്രശ്നം പി ഗോവിന്ദപിള്ളയുടെയോ അല്ലെങ്കിൽ എൻ കൃഷ്ണപിള്ളയുടെയോ എം ലീലാവതിയുടെയോ ഒന്നും വ്യക്തിപരമായ പ്രശ്നമേ അല്ല, മറിച്ചൊരു ചരിത്രധാരണയുടെ ചിന്താപരമായ ചട്ടത്തിൻ്റെ പ്രശ്നമാണ്. ആ ചട്ടത്തെയാണ് പൊളിക്കേണ്ടത്, വ്യക്തികളെ കുറ്റക്കാരാക്കിക്കൂടാ. നമ്മൾ പൊതുവെ അങ്ങനെ ഒരു എളുപ്പവിദ്യ ഈടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നിന്ന് വ്യക്തികളെ പിക്ക് ചെയ്തെടുത്തിട്ട് അയാളാണ് പ്രശ്നക്കാരൻ, അയാളെ വെടിവെച്ചൊന്നു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നുള്ളത്. അതല്ല മാഷിൻ്റെ പൊസിഷനും, അതല്ല. മാഷ് നാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പോലും പറയുന്നു, നാരായണ ഗുരുവിനെ കേന്ദ്രമാക്കിക്കൊണ്ടൊരു നവോത്ഥാനം സൃഷ്ടിക്കപ്പെട്ടുകൂടാ, നവോത്ഥാന ചരിത്രം സൃഷ്ടിക്കപ്പെട്ടുകൂടാ. നാരായണ ഗുരു എന്ന് പറയുന്നത് ഒരു കോഴ്സിൻ്റെ, ഒരു പ്രവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ പുറകിൽ ധാരാളം പേരുണ്ട്. തൈക്കാട്ട് അയ്യാ സ്വാമികളുണ്ട്, അതിനു മുമ്പ് അയ്യാ വൈകുണ്ഠനുണ്ട്, അതിനു മുമ്പ് തമിഴ് ശൈവ പ്രസ്ഥാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തുടർച്ചയിൽ വന്നൊരു പേരാണ് നാരായണ ഗുരു. ഈ സ്ട്രീമിനെ കാണണം, ഈ കോഴ്സിനെ കാണണം. അതുകൊണ്ട് നാരായണ ഗുരുവിനെ കാനോണൈസ് ചെയ്തുകൂടാ, നാരായണ ഗുരുവിനെ ശത്രുത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൂടാ. നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു പ്രതീകം. ഒരു വ്യക്തിയെ നമ്മൾ സ്ഥാപനവൽക്കരിക്കുകയും ചെയ്തുകൂടാ, ഒരു വ്യക്തിയെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തുകൂടാ. അതിലൂടെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. മറിച്ച് ഈ വ്യവഹാരം, ഈ ഡിസ്കോഴ്സിൻ്റെ ബലങ്ങൾ കാണുക, ഈ ചിന്തയുടെ ചട്ടങ്ങൾ കാണുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിലേക്ക് വരാം. മലബാർ ചെറുവാഖ്യാനങ്ങളിലെ നവോത്ഥാനം, അതിൻ്റെ ശീർഷകത്തിൽ ആ ചെറുവാഖ്യാനം എന്നുള്ളത് മാത്രം വിശദീകരിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ചെറുവാഖ്യാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രദീപ മാഷ് ഉടനീളം നിലനിന്നിരുന്നതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ചെറുവാഖ്യാനങ്ങൾ എന്ന് പറയുന്നത് ലിറ്റിൽ നരേറ്റീവ്സ്, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളെ നാട്ടിലൊക്കെയുള്ള ചെറിയ ചെറിയ സാംസ്കാരികമായ ഇടപെടലുകൾ, ചെറിയ ചെറിയ കലാരൂപങ്ങൾ, അനക്ഡോട്ടുകൾ എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇപ്പോൾ മാഷ് ജീവിതത്തിൽ ഉടനീളം ഞങ്ങളോട് പറഞ്ഞിരുന്നത് അനക്ഡോട്ടുകളായിട്ടുള്ള ഫലിതങ്ങളാണ്. ചിലപ്പം നെഗറ്റീവ് ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുക. ഞാൻ ഇന്നലെ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ കണ്ടു, ഇങ്ങനെ തൻ്റെ ചെറിയ ചെറിയ അനുഭവങ്ങളെ നിരന്തരമായിട്ട് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. അനക്ഡോട്ടുകളെ ചെറു ആഖ്യാനങ്ങളിലേക്ക് വരിക. നമ്മളുടെ ഒരു ചിന്തയുടെ ഒരു പ്രശ്നം, മോഡേൺ എപ്പിസ്റ്റമോളജി എന്നൊക്കെ പറയുന്ന മോഡേൺ ജ്ഞാനശാസ്ത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെപ്പോഴും മാസ്റ്റർ നെഗറ്റീവുകളിലാണ് ഊന്നി നിൽക്കുക, മുകൾ തട്ടിലാണ് ഊന്നി നിൽക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുക. നമ്മുടെ ഏത് ചരിത്രധാരണയും മുകളിൽ നിന്ന് താഴേക്കാണ്. ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് പഠിക്കുക. അതിന് പകരം മാഷ് പറയാൻ ശ്രമിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക്, ചെറുവാഖ്യാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് അദ്ദേഹം മലബാറിൻ്റെ നവോത്ഥാനവുമായി ചേർത്ത് വെച്ചുകൊണ്ട് പരിശോധിക്കുന്ന ഒരു പ്രബന്ധമാണ് ഞാൻ പറയാൻ ശ്രമിച്ച ഒരു പ്രബന്ധം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് സൂക്ഷ്മവും പ്രാദേശികവുമായ ആഭ്യന്തര സമരങ്ങളുടെ ചരിത്രങ്ങളെ കൈയൊഴിഞ്ഞ് ഏകശിലാത്മകമായ നവോത്ഥാന ചരിത്രത്തെ ജനതയ്ക്ക് ചാർത്തിക്കൊടുക്കുകയാണ് നമ്മുടെ ചരിത്ര പഠനങ്ങൾ ചെയ്തത്. സൂക്ഷ്മവും പ്രാദേശികവുമായ ആഭ്യന്തര സമരങ്ങളുടെ ചരിത്രങ്ങളെ കൈയൊഴിഞ്ഞ് മുകളിൽ നിന്ന് കെട്ടിയുറക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ നവോത്ഥാനം, നമ്മുടെ ആധുനികീകരണം എന്ന് കരുതുകയാണ് ചെയ്യുന്നത്. ഇത് വൈക്കം സത്യാഗ്രഹത്തിന് 100ാം വാർഷികമാണ് ഈ വർഷം. വൈക്കം സത്യാഗ്രഹം 100 വർഷം കഴിഞ്ഞു. വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് എല്ലായ്പ്പോഴും ഒരു മാസ്റ്റർ നരേറ്റീവിൽ നിന്നാണ് തുടങ്ങുന്നത്. ദേശീയ പ്രസ്ഥാനം, ഗാന്ധി, കോൺഗ്രസ് എടുക്കുന്ന ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാട്, അതിൻ്റെ ഭാഗമായിട്ട് ഈ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹം, അതിലേക്ക് അകാലിദള് പോലുള്ള ആളുകൾ വരുന്ന, അകാലിമാർ വരുന്നത്, ഇങ്ങനെ ഒരു നാഷണൽ ഫ്രെയിം വർക്കിലാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള ധാരണ പോലും ഇന്നും നിലനിൽക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. നേരെ തിരിച്ച് വൈക്കത്ത് നിന്ന് പലപ്പോഴും ആരംഭിക്കാറില്ല. എന്തുകൊണ്ടത് വൈക്കത്ത് ഏതൊക്കെ നിലയിലുള്ള പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത്? അവിടെ ഏതെങ്കിലും വർഗപരമായോ സാമുദായികമായോ ഉള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നോ? ഇതിൻ്റെ ഇതിൻ്റെ ചില ഇടർച്ചകളോ ഇതിൻ്റെ ചില അസ്വാരസ്യങ്ങളിൽ നിന്നോ രൂപപ്പെട്ടു വന്നതാണോ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്ന സമരം
എന്ന് തിരിച്ചാലോചിക്കാവുന്നതാണ്. അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ കാണാത്ത പല കാഴ്ചകളും രൂപപ്പെട്ടു വരികയും ചെയ്യും. ഇങ്ങനെ ലഘു ആഖ്യാനങ്ങളിലേക്ക് കടക്കുകയും ലഘു ആഖ്യാനങ്ങളിലൂടെ ബൃഹദാഖ്യാനത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ 2-3 പോയിന്റ് ഉണ്ട്, ഒന്നുകൂടി പറയാം. അത് ഈ എന്താണ് മലബാറിൻ്റെ ആധുനികീകരണത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൊളോണിയൽ ആധുനികതയാണ്, മിഷണറിമാരുടെ പ്രവർത്തനം, വിദ്യാഭ്യാസം, എക്സെട്രാ കാര്യങ്ങൾ. രണ്ടാമത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ടിപ്പു സുൽത്താൻ്റെ വരവാണ്. ഇത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഒരു സാമൂഹ്യ സന്ദർഭത്തിൽ ഇത് വളരെ പ്രധാനമാണ്. ടിപ്പുവിൻ്റെ വരവ് എങ്ങനെയാണ് മലബാറിൽ ആധുനികത ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നോക്കൂ. ദേവസ്വം, ബ്രഹ്മസ്വം എന്നീ പാരമ്പര്യ ജന്മിത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിക്ക് മേൽ ഒരു ഉടമസ്ഥാവകാശം സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ സന്ദർഭമായിരുന്നു ടിപ്പുവിൻ്റെ റവന്യൂ ഭാഗമായി ബന്ധപ്പെട്ട് വന്ന സർവേ. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുക എന്നുള്ളത് മലബാറിൽ ടിപ്പു കൊണ്ടുവന്നതാണ്. അതാണ് അതിനു മുമ്പുണ്ടായിരുന്ന ദേവസ്വം, ബ്രഹ്മസ്വം എന്നൊക്കെ പറയുന്ന ഭൂമിയെക്കുറിച്ചുള്ള ധാരണ തകർക്കുന്നതിൽ നിന്നും ഭൂമി ഒരു സ്വകാര്യ സ്വത്താണ് എന്നുള്ള രൂപീകരിക്കുന്നതിലും പ്രധാനമായി പ്രവർത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു, സമഗ്രമായ റോഡ് നിർമ്മാണ പദ്ധതി ടിപ്പു സുൽത്താൻ മലബാറിൽ ആരംഭിച്ചു. 6 കൊല്ലം കൊണ്ട് കോഴിക്കോട് കേന്ദ്രമാക്കി മലബാറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും വ്യാപിക്കുന്ന ഒരു വ്യൂഹ റോഡുകൾ അദ്ദേഹം വെട്ടി. കേരളത്തിലെ തന്നെ ആദ്യത്തെ റോഡ് നിർമ്മാതാവും ടിപ്പു തന്നെ. ഇത് 3 വാചകമേ ഉള്ളൂ, പക്ഷെ അത് വളരെ പ്രധാനമാണ്. റോഡ് എന്നത് ആധുനികീകരണത്തിൻ്റെ ആദ്യത്തെ അടയാളങ്ങളിലൊന്നാണ്. നിങ്ങൾ പി.കെ. ബാലകൃഷ്ണൻ്റെ ജാതി വ്യവസ്ഥിതിയും കേരള ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ടുണ്ടാവും. അതിനകത്ത് മലയാളികൾ എങ്ങനെയാണ് 16-17 നൂറ്റാണ്ടുകളിൽ സഞ്ചരിച്ചിരുന്നതിനെക്കുറിച്ച് ദീർഘ വിവരണം പി.കെ. ബാലകൃഷ്ണൻ നൽകുന്നുണ്ട്. ബാലകൃഷ്ണൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളി അന്ന് കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ നടന്നിരുന്നത് ഒരാൾക്ക് പുറകിൽ മറ്റൊരാളായി മാത്രമാണ്, വരിവരിയായാണ്. ഉറുമ്പുകൾ സഞ്ചരിക്കുന്നതിലാണ് സഞ്ചരിക്കുക. കാരണം 2 ആൾക്ക് ഒന്നിച്ച് നടക്കാൻ പാകത്തിന് വീതിയുള്ള റോഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല, വഴി ഉണ്ടായിരുന്നില്ല, വരമ്പുകൾ മാത്രമേ ഇടവഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, റോഡ് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പുറകിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഈ ടിപ്പുവിൻ്റെ ഈ ഹൈദരലിയുടെ പട്ടാളം പാലക്കാട് വഴി, അത് വളരെ കുറവ്, 5000 പേരെ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ദിണ്ടിഗലിൽ നിന്ന് മറ്റേ ഹൈദരലി നേരിട്ട് വന്നിട്ടില്ല. ഹൈദരലിയുടെ മുഖ്യ പടത്തലവനാണ് വരുന്നത്. മുഖ്യ പടത്തലവൻ്റെ നേതൃത്വത്തിൽ 5000-ൽ താഴെ പട്ടാളാണ് വരുന്നത്. പക്ഷേ സാമൂതിരിയുടെ മുഴുവൻ നായർ സൈന്യവും പിന്തിരിഞ്ഞോടി എന്നാണ് ബാലകൃഷ്ണൻ പറയുന്നത്. 10,000 വരുന്ന നായർ സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ വരുന്നത് മാർച്ച് ചെയ്തിട്ടാണ്. മാർച്ച് ചെയ്ത് വരുന്ന പട്ടാളത്തിന് മുമ്പിൽ ഈ വരിവരിയായി നടക്കുന്ന പരിപാടിയൊന്നും നടക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്തിരിഞ്ഞോടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റോഡ് വരുന്നതോടുകൂടി, യാത്ര വരുന്നതോടുകൂടി രൂപീകരിക്കപ്പെടുന്ന പുതിയൊരു ആധുനികതയുണ്ട്. ഇത് ഇവിടെ നിന്ന് ഉണ്ടാവുന്നതാണ്. മറിച്ച് എന്താ പറയുക, നമ്മൾ പൊതുവേ ഇന്ത്യൻ നവോത്ഥാനത്തെക്കുറിച്ച് പറയും അത് കൽക്കട്ടയാണ് പോർട്ട് ഓഫ് റെനസൻസ് എന്നുള്ളത്. കൽക്കട്ടയിലേക്ക് യൂറോപ്പിൽ നിന്ന് നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ ഇറക്കുമതി ചെയ്യപ്പെട്ടു. കൽക്കട്ടയിൽ നിന്ന് ഇന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു. ഇങ്ങനെയാണ് ഒരു നവോത്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിത്രം. നമ്മുടെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് ചിന്തകർ പോലും നവോത്ഥാനത്തെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുള്ള ചിത്രം ഇതാണ്. അത് യൂറോപ്പിൽ നിന്ന്, പ്രത്യേകിച്ചും ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും നവോത്ഥാന ആശയങ്ങൾ കൽക്കട്ടയിലേക്ക് വന്നു. കൽക്കട്ടയിലാണ് അതിൻ്റെ ഒരു തുറമുഖ നഗരമായി നിന്നത്. പോർട്ട് ഓഫ് റെനസൻസ് ആയിരുന്നു. കൽക്കട്ടയിൽ നിന്ന് അത് ഇന്ത്യയിലേക്ക് ഉടനീളം സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഇതാണ് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ധാരണ. മാഷ് പറയുന്ന അങ്ങനെയല്ല, ഇതിവിടെ നിന്ന് ആരംഭിച്ചതാണ്. അതിലേക്ക് അത് വന്നിട്ടുണ്ടാവാം, അത് മറ്റൊരു ഘടകം. പക്ഷെ അതിവിടെ നിന്ന് ആരംഭിച്ചതാണ്. ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ആരംഭിച്ചു? റോഡ് വെട്ടുന്നതിലൂടെ ആരംഭിച്ചു, തൊഴിൽ ശക്തിയായി മാറുന്നതിലൂടെ ആരംഭിച്ചു, യാത്ര ചെയ്യുന്നതിലൂടെ ആരംഭിച്ചു, പാലങ്ങൾ നിർമ്മിക്കുന്നതിലൂടെ ആരംഭിച്ചു. ഇങ്ങനെ താഴ്ത്തട്ടിൽ നിന്ന് ആരംഭിച്ച് വികസിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ ചരിത്രത്തെ കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു വീക്ഷണം കൂടിയാണ് അദ്ദേഹം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിനെയാണ് ലഘു ആഖ്യാനം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെ ചരിത്രത്തെ സംബന്ധിച്ച് മുകളിൽ നിന്ന് ഒരു അധികാരമുള്ള വിഭാഗത്തിൽ നിന്ന് താഴേക്ക് എന്നുള്ളതിന് പകരം താഴെ നിന്ന് മുകളിലേക്കൊരു വീക്ഷണം രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് എന്നുകൂടി പറയാം. ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാൻ ശ്രമിച്ചത്. ഒന്ന്, നമ്മുടെ സൗന്ദര്യബോധം എന്ന് പറയുന്നത് പല നിലയിൽ സാമൂഹ്യാധികാരവുമായി ബന്ധിതാണ് എന്നും അതിനെ നാം അപനിർമ്മിക്കേണ്ടതുണ്ട് എന്നും സൗന്ദര്യത്തെ ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആലോചനകളുടെ പ്രധാനപ്പെട്ട ഒരു തലം എന്ന് ഞാൻ കരുതുന്നു. ആ തലം നമുക്ക് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിലും കാണാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ സർഗ്ഗജീവിതത്തിലും കാണാൻ പറ്റും. രണ്ടാമത്തേത്, നമ്മുടെ സാഹിത്യബോധത്തെ എങ്ങനെയൊക്കെയാണ് പുതുക്കി പണിയേണ്ടത്, അത് ജനാധിപത്യവൽക്കരിക്കേണ്ടത്. അദ്ദേഹം ധാരാളം സാഹിത്യ വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ സാഹിത്യ വിമർശനങ്ങളിലെല്ലാം തന്നെ നമുക്കിത് കാണാൻ പറ്റും. സംക്രാന്തിയുടെ കുറിച്ചാവട്ടെ, സി അയ്യപ്പനെ കുറിച്ചാവട്ടെ, സരസ്വതി വിജയത്തെ
രാമായണത്തെക്കുറിച്ചാവട്ടെ, ഇതിലൊക്കെ അദ്ദേഹം ചെയ്യുന്നത് നമ്മുടെ സാഹിത്യബോധത്തെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ശ്രമമാണ്. മൂന്നാമത് ചരിത്രം എന്ന് പറയുന്നത് മുകളിൽ നിന്ന് കെട്ടിയിറക്കപ്പെടുന്ന ഒന്നല്ല, സാമാന്യ ജനത മണ്ണിൽ പണിയെടുത്ത് സാധാരണ നിലയിൽ ഇടപെട്ടുണ്ടാവുന്നതാണ് ചരിത്രം എന്ന് പറയുന്ന ഒരു ധാരണയാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ കരുതുന്ന അവസാനത്തെ നോവൽ പറയാൻ ശ്രമിക്കുന്നതും ഇതാണ്. ചരിത്രം എന്ന് പറയുന്നത് എവിടെ നിന്നോ വരുന്ന ഒന്നല്ല, ഇവിടെ നിന്നുള്ളതാണ്. കുറ്റ്യാടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും കൊയിലാണ്ടിയിൽ നിന്നും ഉണ്ടായതാണ് കേരള ചരിത്രം. അതല്ലാതെ അത് തിരുവിതാംകൂറിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു പദ്ധതിയുടെ പേരല്ല. ഇങ്ങനെ നമ്മുടെ സൗന്ദര്യ, സാഹിത്യ, ചരിത്രധാരണകളെ ജനാധിപത്യവൽക്കരിക്കാനുള്ള ഒരു സമരം കൂടിയായിരുന്നു പ്രദീപൻ പാമ്പിരികുന്നിൻ്റെ വൈജ്ഞാനിക ജീവിതം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി.